हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഹനുമച്ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് ബിജി കുമാരൻ പ്രഭുവാണ് ആദ്യത്തെ മെസ്സേജ്. ഹരേ കൃഷ്ണ, ജയ് സീതാറാം. നമ്മുടെ ഹനുമച്ചരിതത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹനുമച്ചരിതം ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കുക. കാരണം കണക്ഷനായിട്ട് പോയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ, അല്ലെങ്കിൽ അത് കണക്ഷൻ കിട്ടാതെ പോകും. ഓക്കെ. ജയ് ശ്രീ രാധേ രാധേ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, നിങ്ങളുടെ പേഴ്സണൽ വാട്സപ്പ് കോൺടാക്റ്റുകളിലേക്കൊക്കെ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 എന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജായിട്ട് തരിക. ഏറ്റവും ചുരുങ്ങിയ ചെറിയ ഓഡിയോസ് അയക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ലെങ്തി ഓഡിയോസ് എനിക്ക് പലപ്പോഴും ഓപ്പൺ ആവാറില്ല. നമസ്കാരം ഓമനക്കുട്ട. ചെറിയ ചെറിയ ഓഡിയോസ് അയക്കാൻ ശ്രമിക്കുക. നമ്മൾ വൈകിക്കുന്നില്ല, മാക്സിമം എളുപ്പം ക്ലാസ്സിലേക്ക് പോകുന്നു. അതിന് മുൻപായിട്ട് എനിക്ക് എത്ര പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കുന്നില്ല. ആബിക്കുട്ട, മൈ ലവിങ് സ്വീറ്റ് ഹാർട്ട്, എൻ്റെ സ്റ്റുഡൻ്റാണ് ഗീതാ ക്ലാസ്സിൽ. അപ്പോൾ മഹാഭാരതം ആവശ്യമുള്ളവർ ദയവായി എനിക്ക് എത്രയും പെട്ടെന്ന് 93 42 49 49 41 എന്ന നമ്പറിലേക്ക്
വാട്സപ്പ് മെസ്സേജ് തരിക. നാളത്തോടു കൂടി ഞാൻ മഹാഭാരതത്തിൻ്റെ ഓർഡർ ക്ലോസ് ചെയ്യും. കാരണം അവരുടെ കയ്യിൽ കുറച്ച് ബുക്സേ ഉള്ളൂ. രാവിലത്തെ ക്ലാസ്സിലും ഗ്രൂപ്പിലും ഞാൻ അവരുടെ ആദ്യത്തെ റേറ്റാണ് പറഞ്ഞത് 710 എന്നുള്ളത്. പിന്നീട് അവരത് തിരുത്തി 1040 2 വോളിയം ബുക്കുണ്ട് മഹാഭാരതം. ഞാൻ ക്ലാസ് എടുക്കുന്ന ബുക്കാണ്. വളരെ നല്ല ബുക്സാണ്. എല്ലാം പക്കയായിട്ട് അതിലുണ്ട്. മഹാഭാരതം ആവശ്യമുള്ളവർ ഉടനെ ഓർഡർ തരിക. കാരണം നമ്മുടെ അത് 2 വോളിയംസ് ആയതുകൊണ്ടും അതിൻ്റെ അകത്തുണ്ട് പ്രിൻ്റഡ് റേറ്റ് ആ ബുക്കിലുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് മഹാഭാരതത്തിന് വേണ്ടി അഡ്രസ്സ് ഇടുന്നവർക്ക് മാത്രമായിരിക്കും ഞാൻ മഹാഭാരതം അയക്കുന്നത്. അല്ലാത്തവർക്ക് അയക്കില്ല. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കാണില്ല. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ആർക്കെങ്കിലും വേണമെന്ന് പോലും ചോദിച്ചിട്ട്. നാരായണിയൊക്കെ ഉണ്ട്. നാരായണി ഒരുപാട് വേർഷൻസ് ഉണ്ട്. ഗദ്യമുണ്ട്, പദ്യമുണ്ട്, മിക്സഡ് ഗദ്യവും പദ്യവും ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. മഹാഭാരതമാണ് കുറച്ച് റെയർ ആയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തരും ഓർഡർ. അപ്പോൾ ഞാനത് അയച്ചു തരാം. ഓക്കെ, മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷങ്ങളുണ്ട്? എത്ര പേര് ലൈവ് കാണുന്നു? എനിക്ക് കാണുന്നില്ല. എത്ര പേരുണ്ട് ലൈവിൽ? കാണിക്കുന്നില്ല. നെറ്റ് കുറവായിരുന്നു. നെറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. എത്ര പേര് ലൈവിലുണ്ടെന്ന് കാണിക്കുന്നില്ല ഇവിടെ. എത്ര പേരുണ്ട്? രാധേ രാധേ. രാധാറാണിയുടെ ചെറിയൊരു വെർഷൻ കൂടി എടുക്കാനുണ്ട്. കംപ്ലീറ്റ് ചെയ്തരാം. എത്ര പേരുണ്ട് ലൈവിൽ? ആർക്കെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ മെസ്സേജ് ഇടാമോ? ഹരേ കൃഷ്ണ. കാണിക്കുന്നില്ല ഇവിടെ. അതെന്താ? ആർക്കെങ്കിലും കാണുന്നവരുണ്ടോ ലൈവിൽ എത്ര പേരുണ്ടെന്നുള്ളത്? എന്തെങ്കിലും കാണുന്നില്ല. ഇവിടെയും കാണുന്നില്ല. അയ്യോ, രേഖ മാതാജിയും കാണുന്നില്ല. അഞ്ജു വിനോദ് മാതാജിയും കാണുന്നില്ല. എനിക്കും കാണുന്നില്ല. അങ്ങനെ ആവില്ലല്ലോ. അതെന്താ? അപ്പൊ FBയുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. ആരെങ്കിലും ഉണ്ടോ? കാണുന്നവരുണ്ടോ ലൈവിൽ? ഇത്ര പേരുണ്ട് എന്ന് കാണുന്നവരുണ്ടോ? അയ്യോ ഇല്ലേ, ശ്രീകലാ മാതാജിക്കും ഇല്ലേ. ജലജ മാതാജിക്കും ഇല്ല. ഒന്നും കേൾക്കുന്നില്ല മാതാജി. 49. ജയപ്രകാശ് പ്രഭുവിന് മാത്രം കാണാം. 67. ദശങ്ക് എന്താ എനിക്കറിയില്ല. നമുക്ക് ആർക്കും കാണുന്നില്ല. അവർക്ക് 2 പേർക്കാണ് കാണുന്നത്. അയ്യോ, അതെന്താ അങ്ങനെ? വസന്ന മാതാജി കാണാന്ന് കണ്ടോ? നമുക്കൊന്നും കാണുന്നില്ല. ഇവർക്ക് കുറച്ച് പേർക്ക് മാത്രമേ കാണുന്നുള്ളൂ. എൺപത്തിരണ്ട്. ബാലകൃഷ്ണൻ പ്രഭുവിന് കാണാം. കൃഷ്ണദാസൻ. ഓക്കെ. കൃഷ്ണദാസൻ KK. ഫൈൻ. ജയപ്രകാശ് പ്രഭുവിന് മാത്രം കാണുന്ന 83. ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. അമരപ്രഭുവിന് കാണാം. ഞങ്ങൾക്കൊന്നും കാണില്ല. അമര, നീ എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ? എന്നിട്ട് നിനക്ക് കാണുന്നുണ്ട്, എനിക്ക് കാണുന്നില്ല. 100. 89. നോ സൗണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഞാൻ പറയുന്നത് കേൾക്കാമോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കാണാനും കേൾക്കുന്നുമുണ്ട് മാതാജി. എനിക്ക് കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. പ്രഭു, അപ്പോൾ ഫോണിൻ്റെ ഇതൊന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ. സെറ്റിങ്സ് ഒന്ന് മാറ്റിയിട്ട് കേൾക്കാം. അപ്പോൾ പ്രഭുവിൻ്റെ ഫോണിൻ്റെ ഇതായിരിക്കും. ഒന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും എൻട്രി ആയിക്കോളൂ. അപ്പോൾ ചിലപ്പോൾ കേൾക്കും. ഓക്കെ, അപ്പം നമ്മൾ നീട്ടുന്നില്ല. ഹനുമാൻ സ്വാമിയുടെ മഹാഭാഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹനുമത് ചരിതത്തിൽ
അങ്ങനെ നമ്മുടെ എന്താ പ്രശ്നം, 14 വർഷത്തെ വനവാസമെല്ലാം കഴിഞ്ഞ് ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണസ്വാമിയും നമ്മുടെ സീതാമാതാവും കൂടെ വരുവാണ്. എവിടേക്ക്? ആഞ്ജനേയ സ്വാമിയോടൊപ്പം നമുക്ക് എവിടെ വരുന്നു? അയോധ്യയിലേക്ക് വരികയാണ്. ഓക്കെ 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 കൃഷ്ണകുമാർ പ്രഭു, ഫൈൻ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഭരതനും നമ്മുടെ ശത്രുഘ്നനും കൂടെ ശ്രീരാമചന്ദ്ര പ്രഭു 14 വർഷം കഴിഞ്ഞ് അവർ പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ഡേ ഉണ്ടല്ലോ, ആ ദിവസം അയോധ്യയിൽ വന്നില്ല എങ്കിൽ ഭരതനും ശത്രുഘ്നനും അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മാഹുതി ചെയ്യും എന്ന് പറഞ്ഞ ദിവസം നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു ആഞ്ജനേയ സ്വാമിയെ അയോധ്യയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുത്തു. അതിൻ പ്രകാരം എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ പ്രസന്ന മാതാജി. അടുത്ത ദിവസം രാവിലെ നന്ദിഗ്രാമത്തിൽ ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം എന്താ? 14 വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്ര പ്രഭു വരികയാണ് അല്ലേ. അലങ്കാരങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കപ്പെട്ട നന്ദിഗ്രാമത്തിൽ തടിച്ചുകൂടിയ അയോധ്യാവാസികൾ ശ്രീരാമനാമ ജപങ്ങളാലും ജയജയാരവങ്ങളാലും ശ്രീരാമൻ വിജയിക്കട്ടെ എന്നുള്ള ഘോഷങ്ങളാലും ഇങ്ങനെ ദിഗന്ധങ്ങൾ ഭേദിച്ചു എന്നാണ് പറയുന്നത്. അതായത് എല്ലായിടത്തും എന്താണ്? ശ്രീരാമചന്ദ്ര പ്രഭുവിനുള്ള വരവേൽപ്പാണ്. അതിൻ്റെ ആ ഒരു സന്തോഷാധിക്യം അങ്ങനെ ആ ഗ്രാമം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും ശ്രീരാമചന്ദ്ര പ്രഭു ജയിക്കട്ടെ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഇപ്പം എനിക്ക് കാണിക്കാം 40 എന്ന് കാണിക്കുന്നു, 42. അപ്പം ഇങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു ജയിക്കട്ടെ എന്നുള്ളത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞ് നല്ല ഒരു മൊമെൻ്റാണ്. 14 വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്ര പ്രഭു വരികയാണ് അല്ലേ. ഭരത ശത്രുഘ്നന്മാരും ഹനുമാനും നന്ദിഗ്രാമത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് പോയി ശ്രീരാമചന്ദ്രനെ ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഭരതനും നമ്മുടെ ശത്രുഘ്നനും ഇങ്ങനെ നന്ദിഗ്രാമത്തിൻ്റെ ആ ഒരു അറ്റത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ വരും എന്നുള്ള ആ ഒരു ആകാംക്ഷ, ആ ഒരു സ്നേഹം, അവർക്ക് കാണാനുള്ള ആ ഒരു കൊതി അല്ലേ. സഹോദരനെ ഒരു മിനിറ്റ് കേട്ടോ, സഹോദരനെ കാണാനുള്ള ആ ഒരു കൊതി കൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛാ ഞാൻ ക്ലാസ്സിലാ. ഹലോ ഹലോ അപ്പോൾ എടാ പുഷ്പക വിമാനത്തിൽ ശ്രീരാമചന്ദ്രനും മറ്റുള്ളവരും നന്ദിഗ്രാമത്തിൽ ഇങ്ങനെ വന്നിറങ്ങുകയാണ്. പുഷ്പക വിമാനത്തിൽ ഓടി അടുത്ത് പോയി ഭരതകുമാരൻ എന്താ ചെയ്തത്? ശ്രീരാമപാതാര വിന്ദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. തന്നെയും അയോധ്യ രാജ്യത്തെയും സ്വീകരിച്ചുകൊണ്ട് ഹൃദയഭാരം അകറ്റി മനസമാധാനം നൽകണേ എന്നങ്ങ് പ്രാർത്ഥിച്ചു. എന്താണ്? തന്നെയും, അതായത് ഭരതനെയും അയോധ്യ രാജ്യത്തെയും സ്വീകരിച്ച്, അതായത് എന്നെയും അനുജനായിരിക്കുന്ന എന്നെയും സ്വീകരിക്കണം. അവിടുന്ന് ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങ് ഈ അയോധ്യ രാജ്യത്തെയും സ്വീകരിക്കണം. എന്നിട്ട് ഹൃദയത്തിലുള്ള ആ ഒരു ഭാരം, അതായത് ആ ഒരു അയോധ്യ രാജ്യത്തിൻ്റെ അധിപതിയാവാൻ അർഹതയുള്ളത് ആർക്കാണ്? ശ്രീരാമചന്ദ്ര പ്രഭുവിനാണ്. അപ്പം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഭരതനായിരുന്നു അവിടെ കാര്യങ്ങൾ നോക്കി നടത്തിയത്. അപ്പം ഇനിയുള്ള ആ ഭാരമൊന്നും വേണ്ട, എല്ലാം അങ്ങേക്കുള്ളതാണ്, അങ്ങ് വരൂ, എന്നിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരം അകറ്റിക്കൊണ്ട് അനുഗ്രഹിക്കുമെന്നാണ് അനുജൻ ചോദിക്കുന്നത്. വസിഷ്ഠാദി മഹർഷി വര്യന്മാരെയും സുമന്ത്രാദി മന്ത്രി പ്രധാനികളെയും വന്ദിച്ചുകൊണ്ട് ഹരേഷ്ണ സഞ്ചിച്ചു വന്ദിച്ച ശേഷം ശ്രീരാമചന്ദ്രപ്രഭു എന്താ ചെയ്യുന്നത്? ആ ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹാശിസുകൾ സ്വീകരിച്ചു. ചേട്ടൻ്റെ ആ ഒരു അനുഗ്രഹം വാങ്ങുകയും അനുജന്മാർ അങ്ങോട്ട് വാങ്ങുകയും ചേട്ടൻ ഇങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് വളരെ ഒരു സന്തോഷം. മുനിമാരോടും മഹർഷിമാരോടും ഒക്കെ എല്ലാവരോടും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പൂജാപീഠത്തിൽ നിന്ന് ശ്രീരാമ പാദുകങ്ങൾ ശിരസിൽ വഹിച്ച ഭരതൻ, അത്രയും കാലം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദുകങ്ങളായിരുന്നു ഭരതൻ പൂജിച്ചു കൊണ്ടിരുന്നത്. ആ പാദുകങ്ങൾ എടുത്ത് ഭരതൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് നഗരവീഥികളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ ദിവ്യ പാദുകങ്ങൾ എന്ത് ചെയ്തു? ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കമലങ്ങളിൽ സമർപ്പിച്ചു. തൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ പരിചയപ്പെടുത്തി. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ എല്ലാവരെയും സ്വാമി എല്ലാവരെയും പരിചയപ്പെടുത്തി. അടുത്ത ദിവസം രാവിലെ ഗംഗയിൽ കുളിച്ച് രാമദേവൻ എന്താ ചെയ്തത്? പുതുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞിട്ട് നേരെ നന്ദിഗ്രാമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വഴിയിലിടനീളം 2 ഭാഗങ്ങളിലുമായിട്ട് തടിച്ചുകൂടി നിൽക്കുകയാണ് അയോധ്യാവാസികൾ. സുഗന്ധ കുസുമങ്ങൾ തൂകി, അതായത് നല്ല മണമുള്ള പൂക്കളെല്ലാം ഇട്ട്
സീതാരാമന്മാരെയും ലക്ഷ്മണകുമാരന്മാരെയും സ്വീകരിച്ചുകൊണ്ട് അയോധ്യാവാസികളെന്ന് മതിമറന്ന് ആഘോഷിക്കണം. അയോധ്യയിലെത്തിയ ശ്രീരാമചന്ദ്രനെ ദർശിച്ചിട്ട് സാമന്ത രാജാക്കന്മാരും മറ്റുള്ള പ്രഭുക്കന്മാരും ഒക്കെ അയോധ്യാപതിയെ സന്ദർശിച്ച് സമ്മാനങ്ങളെല്ലാം നൽകി അവരെ അനുഗ്രഹിച്ചു. ശ്രീരാമചന്ദ്ര പട്ടാഭിഷേകാർത്ഥം അയോധ്യ നഗരം സ്വർഗതുല്യമായി അലങ്കരിക്കപ്പെട്ടു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു 14 വർഷത്തിന് ശേഷം അയോധ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് കാണിച്ചു കൊടുത്ത സഹോദരന്മാർ, തെറ്റുപറ്റിപ്പോയിട്ടും പരസ്പരം ക്ഷമിക്കാൻ സാധിച്ച മാതാക്കൾ നമ്മൾ പറയില്ലേ, അമ്മമാരെന്ന് പറയില്ലേ, അവര് എല്ലാത്തിനും മുഖസാക്ഷിയായിക്കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ അച്ഛൻ ദശരഥ മഹാരാജാവ്. അത്രയും കാലം ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണസ്വാമിയും സീതാമാതാവും 14 വർഷക്കാലം അയോധ്യയിൽ നിന്ന് മാറി നിന്നപ്പം അതിനോട് ആ വേദന ഹൃദയത്തിലേറ്റി അയോധ്യ നിവാസികൾ എല്ലാവരും കാലം കഴിച്ചു കൂട്ടി. ആ ഒരു ദിവസത്തിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് ഇന്ന് എല്ലാവരും വന്നിരിക്കുകയാണ് അയോധ്യയിലേക്ക്. ദശരഥ മഹാരാജാവ് മാത്രമില്ല. എങ്കിലും സാരമില്ല. എന്താണ്? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും സാമീപ്യവും അയോധ്യയിലുണ്ട്. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്, സഹായിയായിരിക്കുന്നത് നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ കർമ്മനിരതമായിരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും നേരം ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വാമിയോട് അത്രയധികം സ്നേഹം കാഴ്ചവെച്ച് ഭക്തി കാഴ്ചവെച്ച ഹനുമാൻ സ്വാമി. നമ്മളെല്ലാവരും രാമായണം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഹനുമാൻ സ്വാമിയുടെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തമനായിരിക്കുന്ന ഒരു രാമഭക്തനാണ് എന്ന് വാതോരാതെ പറയുന്നതിനോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി ആരായിരുന്നു ശ്രീരാമസ്വാമിക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ക്ലാസ്സിലാന്ന് പറയും, അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ അങ്ങിരിക്കുമ്പോൾ കൂടിയും രാവണൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ചെയ്ത തെറ്റുകളെക്കുറിച്ച്. ആ ഒരു അഹങ്കാരമെല്ലാം വിട്ടൊഴിഞ്ഞ് വലിയൊരു പ്രശ്നത്തിനെല്ലാം എന്താ പറയുക അവസാനം വരുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു അയോധ്യയിലേക്ക് വന്നിരിക്കുന്നത്. ഈ നിമിഷം എന്ന് പറയുന്നത് വളരെ 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 സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. നമ്മൾ സാധാ ഇങ്ങനെ കണ്ടു മാറിപ്പോയൊരു മൊമെൻ്റൊന്നല്ല. ഇതുകൊണ്ട് തീരുന്നുണ്ടോ വിഷമങ്ങൾ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തീരുന്നില്ല, വീണ്ടും കിടക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ രാമായണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വേദന തന്നെയാണ്. ഏറ്റവും വലിയ ഒരു വേദന തന്നെയാണ്. അപ്പം ആ വേദനയെല്ലാം അകറ്റിക്കൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു എവിടെ വന്നിരിക്കുന്നു? അയോധ്യയിൽ വന്നിരിക്കുകയാണ്. ഇനി ശ്രീരാമചന്ദ്ര പ്രഭുവിന് അവകാശപ്പെട്ട അയോധ്യ നഗരം അത് സ്വാമിക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇന്ന് അനുജന്മാർ. പൊതുവേ നമ്മൾ കാണാറുണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് എന്തിനു വേണ്ടിയാണ്? എപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? അപ്പം അതൊന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല എന്നുള്ളത് ഇവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. ആര്? ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കഥയിലൂടെ, രാമായണത്തിലൂടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നിമിഷം അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മളിങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും വഴക്കിടരുത്. ഒരു കാരണവശാലും നമ്മൾ അതിനു വേണ്ടിയൊന്നും ബഹളം ഉണ്ടാക്കരുത്. അതിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും മനസ്സിലാക്കുക, ഒരിക്കലും നമ്മൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഴക്കിടരുത്. നമുക്കതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സ്ഥാനമാനങ്ങളില്ലെങ്കിലും ജീവിക്കാൻ കഴിയണം. ജീവിക്കുന്നത് നമ്മൾ മനുഷ്യ ഹൃദയത്തിലായിരിക്കണം. ശ്രീരാമചന്ദ്ര പ്രഭുവൊക്കെ മനുഷ്യ ഹൃദയത്തിൽ വസിച്ച ദേവനാണ്. അത് പകരം വയ്ക്കാനില്ലാത്ത വലിയ സത്യമാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കിടരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഒരിക്കലും അതിനു വേണ്ടി ഒരിക്കലും നമുക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ. ശ്രീരാമചന്ദ്ര സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകത്തിന് എന്താ ചെയ്യുന്നത്? പട്ടാഭിഷേകത്തിന് അയോധ്യ നഗരം ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ എന്താ ഉള്ളത്? അവിടെ ആരൊക്കെയുണ്ട്? ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകാർത്ഥം അയോധ്യ നഗരം ഇങ്ങനെ സ്വർഗതുല്യമായിട്ടാണ് കാണുന്നത്. സ്വർഗതുല്യമായി കാണുന്നു. അതുപോലെ അവിടെ ആഞ്ജനേയ സ്വാമി, നളൻ, നീലൻ, അങ്കദൻ മുതലായ വാനര പ്രമുഖരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പം ആ ഒരു സന്തോഷമാണ് അവിടെ
നിൽക്കുന്നത്. പുണ്യനദികളിലെ ജലങ്ങളെല്ലാം കുംഭങ്ങളിൽ ഇങ്ങനെ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ശ്രീരാമ പട്ടാഭിഷേക ദിവസം എന്ന് പറയുന്നത് അയോധ്യാവാസികളങ്ങ് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അയോധ്യയിൽ ഭയങ്കര സന്തോഷം കൊണ്ടാടുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു നല്ല നിമിഷത്തിൽ അവിടെ എന്താ ഉള്ളത്? പുണ്യ ഗംഗാ തീർത്ഥത്താൽ നീരാടിച്ച് വസ്ത്രാഭരണങ്ങളാൽ അലങ്കരിച്ച് നവരത്ന സിംഹാസനത്തിൽ ആരിരുത്തി? ശ്രീരാമസ്വാമി ഇരുത്തിയിരിക്കുകയാണ്. നവരത്ന സിംഹാസനത്തിലാണ് ശ്രീരാമസ്വാമി ഇരിക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. ഈശ്വര, ഒരു മിനിറ്റ്, എനിക്ക് ചെന്നൈയിൽ നിന്നൊരു കോളുണ്ട്. നാട്ടിലാണ് ഇങ്ങനെ പറഞ്ഞു. சார் சொல்லுங்க சார். കാർത്തിക ദീപം സീരിയൽ ഒരു മിനിറ്റ്, അത് ഇതിൽ സെർച്ച് ചെയ്യണം. സോറി, എനിക്ക് എൻ്റെ ലീവൊക്കെ കഴിഞ്ഞ് പരോള് തീർന്നിരിക്കുക, അത് കാരണം. അപ്പോൾ നമ്മുടെ നവരത്ന സിംഹാസനത്തിലാണ് ആരിയിരിക്കുന്നത്? ശ്രീരാമസ്വാമിയെ ഉപവിഷ്ടനാക്കിയിരിക്കുന്നത്. വസിഷ്ഠ മഹർഷി കിരീടധാരണം ചെയ്യിച്ചു ശ്രീരാമസ്വാമി. അപ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഗന്ധർവ കിന്നരന്മാർ ദേവഗാനങ്ങൾ ആലപിച്ചു. ലക്ഷ്മണകുമാരന്മാർ വെൺകൊറ്റ കുട പിടിച്ചു. ഭരത ശത്രുഘ്നന്മാർ വെൺചാമരങ്ങൾ വീശി. സീതാദേവി സമേതനായി നവരത്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന രാമദേവൻ വൈഷ്ണവ തേജസ്സോടെ ഏവർക്കും ദർശനം നൽകി. പട്ടാഭിഷേകത്തിനു ശേഷം ഓരോരുത്തർക്കും സമ്മാനങ്ങൾ നൽകി ശ്രീരാമസ്വാമി അവരെ അനുഗ്രഹിച്ചു. വയോവൃദ്ധനായിരിക്കുന്ന ജാമ്പവാന് പട്ടുവസ്ത്രങ്ങൾ നൽകി അഭിനന്ദനങ്ങളെല്ലാം അർപ്പിച്ച അദ്ദേഹം കിഷ്കിന്ധ്യാധിപനായിരിക്കുന്ന സുഗ്രീവന് രത്നഹാരം നൽകി. താൻ ധരിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ മുക്തഹാരമൂരി സീതാദേവിയുടെ കരതാരിൽ നൽകിയ രഘുപതി ആഞ്ജനേയനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് സീതാദേവിയോട് പറഞ്ഞു, ദേവി, നമ്മുടെ ഈ മുക്തഹാരം നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആശ്രിതന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എന്താണ്? നമ്മുടെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്നൊരു ഹാരം ഊരിയിട്ട്, വിശേഷപ്പെട്ട ഹാരമാണ്, അത് ഊരി സീതാദേവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദേവി, ഇതവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ആശ്രിതന് നൽകിക്കോളൂ എന്ന് പറഞ്ഞു. കാരണം സീതാദേവിയെ രക്ഷിച്ചിരിക്കുന്നത് ആഞ്ജനേയ സ്വാമിയാണ്. ശ്രീരാമസ്വാമിയുടെ മനസ്സ് മനസ്സിലാക്കിയ ജാനകി ദേവി ഹനുമാനെ നോക്കി ഹൃദ്യമായിട്ടൊന്ന് ചിരിച്ചിട്ട് മാരുതപുത്രനെ, അതായത് വായുപുത്രനെ സീതാദേവിയുടെ അരികിലേക്ക് വിളിച്ചു. ആഞ്ജനേയ, സീതാരാമന്മാരുടെ ഹൃദയത്തിൽ ശാശ്വതമായ സ്ഥാനം കൈവരിച്ചിട്ടുള്ള നിനക്ക് ഈ പാരിതോഷികം പോരാ എന്ന് എനിക്കറിയാം. എങ്കിലും രാജസദസ്സിൽ എല്ലാവരും മാനിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ മാനസപുത്രനായ നിനക്ക് എന്തെങ്കിലും പാരിതോഷികം നൽകിയില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മനസമാധാനം നൽകുകയില്ല. അതുകൊണ്ട് ഈ ചെറിയ സമ്മാനം സന്മനസ്സോടുകൂടി സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഭയഭക്തിയോടുകൂടി സീതാദേവിയുടെ തൃക്കരങ്ങളിൽ നിന്ന് മുക്തഹാരം സ്വീകരിച്ച് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആ ദിവ്യ പാരിതോഷികം ഹനുമാൻ സ്വാമിയുടെ എന്താ പറയുക,
ശിരസിലും കണ്ണുകളിലും ഇങ്ങനെ അർപ്പിച്ചിട്ട് സന്തോഷത്തോടു കൂടി ജയ ജയ സീതാറാം എന്ന് ജപിച്ചുകൊണ്ട് പരമാനന്ദ നൃത്തം ചവിട്ടി. ഹനുമാനെ പ്രത്യേകം അഭിനന്ദിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി എന്താ ചെയ്തത്? ആഞ്ജനേയ വരൂ എന്ന് പറഞ്ഞ് ആഞ്ജനേയനെ സീതാരാമന്മാരുടെ തൊട്ടടുത്ത് അമൃതേത്ത് നൽകി സ്വീകരിച്ച് ഇരുത്തി. സീതാദേവിക്ക് പോലും ലഭിക്കാത്ത സൗഭാഗ്യം ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് സിദ്ധിച്ചു. ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം ഓരോരുത്തരായി യാത്രാനുമതി വാങ്ങി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. ഏകാന്തനായി ഒരിടത്തിരുന്ന് സീതാരാമനാമങ്ങൾ ജപിച്ച് സന്തോഷത്തോടുകൂടി സീതാരാമന്മാരോട് യാത്രയ്ക്കുള്ള അനുവാദവും വാങ്ങി മാരുതി ഹിമാലയ പർവ്വതത്തിലേക്ക് തിരിച്ചുപോയി. സീതാരാമ പട്ടാഭിഷേകം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സീതാരാമന്മാരെ വണങ്ങി പാരിതോഷികങ്ങളെല്ലാം ഏറ്റുവാങ്ങി. അയോധ്യ നഗരം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹൃദയം കൊണ്ട് സന്തോഷിച്ച നിമിഷം. പഴയ പ്രൗഢി അയോധ്യ രാജ്യത്തിന് തിരിച്ചു ലഭിച്ചു. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം എല്ലാം കഴിഞ്ഞു. എല്ലാവരും സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. സർവസമ്പദ് സമൃദ്ധികളോടും കൂടി രാമരാജ്യത്തിൽ പ്രജകൾ അങ്ങനെ സുഖമായി ജീവിക്കുകയാണ്. പ്രജാക്ഷേമം, അതായത് പ്രജകളുടെ സന്തോഷവും സമാധാനവും മാത്രം ആഗ്രഹിച്ച രാമദേവൻ പ്രജകളുടെ അഭിപ്രായവും ആശയങ്ങളും എല്ലാം അറിഞ്ഞു വന്ന് തൻ്റെ അടുത്ത് പറയണമെന്ന് ഒരുപാട് വിശ്വസ്ത ചാരന്മാരെ നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും അയച്ചു. പ്രജകളെല്ലാം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? അവരുടെ അഭിപ്രായം എന്താണ്? ഇതെല്ലാം തന്നോട് യഥാവിധി വന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറേ ചാരന്മാരെ ശ്രീരാമസ്വാമി നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിയോഗിച്ചു. ജനഹിതം അറിഞ്ഞ്, അതായത് ജനങ്ങളുടെ താല്പര്യം അറിഞ്ഞ് രാജ്യഭരണം നടത്തിയ രാമദേവൻ ഒരു ദിവസം ചാരന്മാരിൽ നിന്ന് കുറച്ച് മോശമായൊരു വാർത്ത കേട്ടു. തൻ്റെ അനുജൻ ലക്ഷ്മണനെ അരികിൽ വിളിച്ച് സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ചു വരാൻ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ സുമിത്രാത്മജൻ ചോദിക്കുകയാണ്, ലക്ഷ്മണൻ എന്താ ചോദിച്ചത്? അഗ്രജ, എന്താണ് ഈ പറയുന്നത്? വനത്തിൽ ഉപേക്ഷിക്കാൻ മാത്രമുള്ള എന്ത് അപരാധമാണ് സാധ്വിയായിരിക്കുന്ന ദേവി ചെയ്തിരിക്കുന്നത്? അപ്പോൾ ശ്രീരാമസ്വാമി പറയാണ്, ലക്ഷ്മണ, രാജ്യം ഭരിക്കുന്ന രാജാവ് പ്രജാക്ഷേമ തൽപരനായിരിക്കണമെന്നുള്ളതാണ് രാജധർമ്മം. പ്രജകളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും മാനിച്ച് രാജ്യം ഭരിക്കുന്നവൻ മാത്രമേ യഥാർത്ഥ ഭരണാധികാരിയാവുകയുള്ളൂ. രാജപത്നിയൊരുത്തി ഭർത്താവുമായി പിണങ്ങി ചില ദിവസങ്ങൾ മറ്റൊരുത്തൻ്റെ ഭവനത്തിൽ ചെന്ന് താമസിച്ചു അത്രേ. തിരിച്ചു വന്ന ഭാര്യയെ സ്വീകരിക്കാൻ രചകൻ വിസമ്മതിച്ചു. പരാതിയുമായി ഗ്രാമാധികാരിയെ സമീപിച്ച രചകപത്നി സങ്കടമുണർത്തിച്ചു.
രചകനെ വിളിച്ച് ഭരണാധികാരി വിചാരണം ചെയ്തപ്പോൾ കണ്ടവൻ്റെ വീട്ടിൽ താമസിച്ചവൾ തോന്നുമ്പോൾ കയറി വന്നാൽ അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് താൻ അയോധ്യാപതിയായ രാമനെ പോലെ നാണം കെട്ടവനല്ലെന്ന് അവൻ ഗ്രാമാധികാരിയെ അറിയിച്ചു. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും നമ്മുടെ ചാരന്മാർ ആ വിവരം നമ്മെ ധരിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഗ്രാമത്തിലൊരുത്തൻ പറഞ്ഞൊരു വാക്ക്. അവൻ്റെ ഭാര്യ ഒരു രാത്രി മറ്റൊരു സ്ഥലത്ത് താമസിച്ചപ്പോൾ അങ്ങനെ താമസിച്ചു വന്ന എൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ നാണം കെട്ട അയോധ്യാപതിയായവനല്ല ഞാൻ. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മണ സ്വാമി പറയാണ്, അഗ്രജ, വിവരദോഷിയായ ഒരു രചകൻ എന്തോ പറഞ്ഞെന്ന് കരുതി പതിവ്രത രത്നമായിരിക്കുന്ന ജാനകി ദേവിയെ വനത്തിൽ ഉപേക്ഷിക്കുന്നത് ധർമ്മമാണോ? പോരെങ്കിൽ ദേവി ഇപ്പോൾ ഗർഭിണിയുമാണ്. ശ്രീരാമസ്വാമി പറയാണ്, ലക്ഷ്മണ, ബന്ധങ്ങൾ ബന്ധനങ്ങളാണ്. എപ്പോഴും സമനില പാലിച്ച് ജനഹിതം മാനിക്കേണ്ടതാണ് രാജധർമ്മം. പറയുന്നതനുസരിക്കും. ഈ അഗ്രജ കൽപ്പന മാത്രമല്ല, അയോധ്യാപതിയായിരിക്കുന്ന ശ്രീരാമന്റെ ആജ്ഞയും കൂടിയാണിത്. സഹോദരന്റെ കൽപ്പന നിറഞ്ഞ കണ്ണുകളോടെ അനുസരിച്ച് ലക്ഷ്മണൻ സീതാദേവിയെ രഥത്തിൽ കയറ്റി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്ത് കൊണ്ടുചെന്നിറക്കിയിട്ട് ദുഃഖഭാരത്തോടുകൂടി കരയുന്ന ഹൃദയത്തോടെ അയോധ്യയിലേക്ക് മടങ്ങി. യാദൃശ്ചികമായി ജാനകി ദേവിയെ കണ്ടുമുട്ടിയ വാൽമീകി മഹർഷി ദേവിയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വിരഹദുഃഖത്താൽ വീർപ്പുമുട്ടിയ ജാനകി ദേവി ആശ്രമത്തിലെ അന്തേവാസികളുമൊത്ത് പൂക്കൾ പറിച്ചും മാലകൾ കെട്ടിയും ആശ്രമവും പരിസരവും വൃത്തിയാക്കിയും ശ്രീരാമനാമങ്ങൾ സദാ ജപിച്ചും ആശ്വാസം കണ്ടെത്തി. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. സീതാദേവി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ അങ്കനാരത്നം സുന്ദര സ്വരൂപനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. വാൽമീകി മഹർഷിയുടെ പർണാശ്രമം കുരുന്നു കുഞ്ഞിൻ്റെ കൊഞ്ചുന്ന വിളികേട്ടുണർന്നു. ശുഭയോഗവേളയിൽ ആ കുഞ്ഞിന് ലവൻ എന്ന് പേര് കൊടുത്തു. കുഞ്ഞിൻ്റെ കളിച്ചിരി കണ്ട് സമാധാനം നേടി സീതാദേവി സന്തോഷമുള്ള ദിവസങ്ങളിൽ ജീവിച്ചു. ഒരു ദിവസം സീതാദേവി കുളിക്കാൻ പോയപ്പോൾ ലവൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തിയെടുത്തുകൊണ്ട് നദിക്കരയിലേക്ക് പോകണ്ടെന്ന് കരുതിയ സീതാദേവി കുഞ്ഞിനെ നോക്കണമെന്ന് വാൽമീകി മഹർഷിയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് കുളിക്കാൻ പോയി. പാതി വഴി ചെന്നപ്പോൾ കുഞ്ഞിനെ വാൽമീകി മഹർഷിയെ ഏൽപ്പിച്ചത് ശരിയായില്ല എന്ന് സീതാദേവിക്ക് തോന്നി. പുത്രിയോടെന്ന പോലെ സ്നേഹവാത്സല്യത്തോട് തന്നോട് പെരുമാറുന്ന മഹർഷിയോട് കുഞ്ഞിനെ നോക്കുവാൻ താൻ നിയോഗിച്ചത് തെറ്റായി പോയെന്ന് കരുതി സീതാദേവി തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിൽ നിന്ന് സീതാദേവി ലവനെയും എടുത്തുകൊണ്ട് നദിക്കരയിലേക്ക് പോയി. ആശ്രമ പരിസരത്ത് നിന്ന് മടങ്ങിയെത്തിയ വാൽമീകി തൊട്ടിലിൽ കുഞ്ഞിനെ കാണാതെ പേടിച്ചു. ഭർത്തൃവിരഹത്താൽ ദുഃഖിതയായ ജാനകി കുഞ്ഞിനെയും കാണാതാകുമ്പോൾ ഇനി എന്തുണ്ടാവുമെന്ന് വാൽമീകി മഹർഷിക്ക് അറിയില്ലായിരുന്നു. ഒരുപാട് വേദനിച്ചു. കാരണം തന്നെ നോക്കാൻ ഏൽപ്പിച്ച കുഞ്ഞാണല്ലേ. പക്ഷേ ജാനകി ദേവി വന്ന് കുഞ്ഞിനെയും കൊണ്ടുപോയത് വാൽമീകി മഹർഷി അറിഞ്ഞില്ല. ഇനി വാൽമീകി മഹർഷി കരുതി ഭർത്താവിനെയോ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ കുഞ്ഞും കൂടെ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ജാനകിയുടെ അവസ്ഥ? കരയുമല്ലോ, വേദനിക്കുമല്ലോ, ഒറ്റപ്പെട്ടു പോവുമല്ലോ, ഇനി ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വാൽമീകി മഹർഷി എന്തു ചെയ്തു? ദർഭപ്പുല്ലെടുത്ത് ജപിച്ച് തൻ്റെ തപശക്തി കൊണ്ട് ശിശുവാക്കി തൊട്ടിലിൽ കിടത്തി. കുളിയും കഴിഞ്ഞ് ആശ്രമത്തിൽ മടങ്ങിയെത്തിയ ജാനകി ദേവിയുടെ തോളിൽ കുഞ്ഞു കിടക്കുന്നത് കണ്ട് വാൽമീകി മഹർഷി അത്ഭുതപ്പെട്ടു. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുന്നതിന് തൊട്ടിലെ സമീപിച്ച ദേവി, അതായത് കുഞ്ഞിനെ തോളിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് തൊട്ടിലിൽ കിടത്താന്ന് കരുതി തൊട്ടിലിൻ്റെ അടുത്തേക്ക് വന്ന ദേവി മറ്റൊരു കുഞ്ഞ് ആ തൊട്ടിലിൽ ഉറങ്ങുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ വാൽമീകി മഹർഷി സീതാദേവിയുടെ അടുത്ത് വന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. ദർഭപ്പുല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞിന് കുശൻ എന്ന് പേര് നൽകി. അതാണ് ലവകുശന്മാർ. കുശപ്പുല്ല് എന്ന് കേട്ടിട്ടില്ലേ? ദർഭപ്പുല്ല്. ആ ദർഭപ്പുല്ല് കൊണ്ടാണ് കുശനെ സൃഷ്ടിച്ചത്. ലവനാണ് ശ്രീരാമസ്വാമിക്കും സീതാദേവിക്കും ജനിച്ച മകൻ. ഇതെത്ര പേർക്ക് അറിയായിരുന്നു?
അറിയുന്നവർ മാത്രം മെസ്സേജ് ഇട്ടേ, അറിയാത്തവർ ഇട്ടോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, എല്ലാം എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ലല്ലോ. ദിവ്യ മാതാജി പറയുന്നു ഇരട്ടക്കുട്ടികളാണെന്നാണ് വിചാരിച്ചത്. വാൽമീകി മഹർഷി ദർഭപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ കുഞ്ഞാണ് കുശൻ. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് കുശൻ എന്ന് പേര് വന്നത്. ജയപ്രകാശ് പ്രഭു അറിയില്ലായിരുന്നു, പ്രസന്ന മാതാജി അറിയില്ലായിരുന്നു. ത്രിവേണി അമ്മ പുതിയ അറിവാണെന്ന്. ത്രിവേണി അമ്മയ്ക്ക് പുതിയ അറിവ്. ഹരേ കൃഷ്ണ, അമ്മ ഒരു എൻസൈക്ലോപീഡിയാണ്. ലിലി മാതാജിക്ക് അറിയാം. ബാലകൃഷ്ണൻ പ്രഭുവിന് അറിയില്ലായിരുന്നു. എനിക്കറിയില്ല മാതാജി. ജയന്തി മാതാജി, സൈന ചേച്ചി അറിയില്ലായിരുന്നു. നിഷ മാതാജി അറിയൂല. ലിജി മാതാജി അറിയില്ല. കൃഷ്ണദാസ് പ്രഭു അറിയില്ല. സിന്ധു മാതാജി അറിയില്ല. തോട്ട് ഇറ്റ് വാസ് ട്വിൻസ്. കൃഷ്ണകുമാർ പ്രഭുവും ദിവ്യ മാതാജി ഒരുപോലെയാണ് ചിന്തിച്ചത്, ഇരട്ടകളാണെന്ന്. സുരേഷ് മനോഹർ പ്രഭു ആദ്യമായി കേൾക്കുന്നത്. ശ്രീകലാ മാതാജി പുതിയ അറിവാണ്. അമ്മു ഹരി എനിക്കറിയില്ല. പ്രമീള മാതാജി അറിയില്ല. ശരത് പ്രഭു കേട്ടിട്ടുണ്ട്. പ്രസന്ന മാതാജിയും ചിന്തിച്ചു ഇരട്ടകളാണെന്ന്. അമർ അറിയില്ല. അഞ്ജു വിനോദ് ഒന്നും അറിയില്ലെന്ന്. സോ ക്യൂട്ട്. ഷൈജു പ്രഭു അറിയാം. രേണു മാതാജി അറിയില്ല. ആതിര മാതാജി അറിയില്ല. പ്രീത നെൽസൺ മാതാജി അറിയില്ല. മാതാജി വിളിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നത്, സോറി കേട്ടോ. ഇന്ദുലേഖ മാതാജി അറിയില്ല. രേണുക മാതാജി അറിയില്ല. ജയശ്രീ മാതാജി അറിയില്ല. ഓക്കെ ഫൈൻ, സാരമില്ല. അപ്പം ഇങ്ങനെയാണ് കുഞ്ഞിന് കുശൻ എന്ന് പേര് കിട്ടിയത്. ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ട് ആശ്രമത്തിൽ കോരി തരിപ്പിച്ചു ബാലകന്മാർ. രണ്ടുപേരും ഭയങ്കര കളിയും ചിരിയൊക്കെ. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് ഈ രണ്ടു പേരും അങ്ങനെ വളരുകയാണ്. അങ്ങനെ വാൽമീകി മഹർഷി ഇവർക്ക് പല 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 വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തു. ലവനും കുശനും ഉപനയനമൊക്കെ നടത്തി ക്ഷത്രിയ കുലജാതന്മാരായിരിക്കുന്ന ലവകുശന്മാരെ അസ്ത്രവിദ്യകളെല്ലാം പഠിപ്പിച്ച് വാൽമീകി മഹർഷി അവരെ ധീരവീരന്മാരാക്കി മാറ്റി. അങ്ങനെയിരിക്കെ ലവകുശന്മാരുടെ ബുദ്ധിശക്തിയും വീരസാഹസ പ്രവൃത്തികളുമെല്ലാം കണ്ട് ജാനകി ദേവിയും വാൽമീകി മഹർഷിയും അന്തേവാസികളൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു കുട്ടികൾ. പ്രീത മാതാജി ഞാൻ വിളിക്കാം. അപ്പോൾ ഇരട്ടകൾ, അത് ഒരേ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ടാണ് ഇരട്ടകൾ എന്ന് നമുക്ക് തോന്നിപ്പോയത്. പക്ഷെ അവരിങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ രാജക്ഷേമത്തിനായി അശ്വമേധയാഗം നടത്തണമെന്ന് ശ്രീരാമസ്വാമി ആലോചിച്ചു. കൊട്ടാരത്തിലുള്ളവരുമായിട്ട് ആലോചിച്ചു. എന്താണ് രാജ്യക്ഷേമത്തിനായിട്ട് അശ്വമേധയാഗം നടത്തണമെന്ന്. പക്ഷേ അശ്വമേധയാഗത്തിന് പത്നീ സമേതനായിട്ട് മഹാരാജാവ് വന്നിരിക്കണം എന്നുള്ളതാണ് യാഗധർമ്മവിധി. മഹാരാജാവ് അശ്വമേധയാഗം നടക്കുന്ന സമയത്ത് ഭാര്യയോടുകൂടി ചേർന്നിരിക്കണം എന്നുള്ളതാണ് യാഗവിധി. സീതാദേവിയെ ഉപേക്ഷിച്ച രാമദേവന് അതൊരു പ്രശ്നമായി തീർന്നു. സ്വർണം കൊണ്ട് സീതാദേവിയുടെ മാതൃകയിൽ ഒരു പ്രതിമയുണ്ടാക്കി രാമദേവനോടൊപ്പം ഇരുത്താൻ സ്ഥാപിച്ചാൽ ആ കുറവ് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ശസ്ത്രങ്ങളിൽ പറഞ്ഞെന്ന് മഹർഷി ശ്രേഷ്ഠന്മാർ ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. ഓക്കെ, ഭാര്യയില്ലല്ലോ, അപ്പോൾ സ്വർണം കൊണ്ട് സീതാദേവിയെ ഉണ്ടാക്കിക്കൊണ്ട് രാമദേവനോടൊപ്പം ഇരുത്തിയാൽ മതി, അപ്പോൾ ആ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. രാമദേവൻ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ച വിവരം നാടെങ്ങും അറിഞ്ഞു. താപസവര്യന്മാർ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് അയോധ്യ നഗരങ്ങളിലേക്ക് ഇങ്ങനെ വരികയാണ്. കുറേ താപസന്മാർ മഹർഷിമാരൊക്കെ അയോധ്യയിലേക്ക് വരികയാണ്. അഴിച്ചുവിടുന്ന യാഗാശ്വത്തെ പിന്തുടർന്ന് അതിനെ സംരക്ഷിക്കുന്നതിന്, അതായത് ഒരു അശ്വത്തെ, ഒരു യാഗത്തിലെ ഒരു അശ്വത്തിനെ അഴിച്ചുവിടും. അതിനെ പിന്തുടർന്ന് സംരക്ഷിക്കാൻ നമ്മുടെ ശത്രുഘ്നെയും സൈന്യങ്ങളെയും ഒക്കെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രീരാമസ്വാമിയുടെ ഉത്തമനായിരിക്കുന്ന, ഭഗവാന്റെ കാരുണ്യം, ശ്രീരാമസ്വാമിയുടെ ഉത്തമ ഭക്തനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയും അശ്വമേധത്തിൽ വന്നിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന് ശ്രീരാമസ്വാമി ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കദളീ വനത്തിൽ ശ്രീരാമനാമ ജപങ്ങൾ ജപിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന ആഞ്ജനേയ സ്വാമി ശ്രീരാമസ്വാമിയുടെ മനസ്സിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞു. അടുത്ത ക്ഷണത്തിൽ തന്നെ ആഞ്ജനേയ സ്വാമി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. യാത്ര ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് ച്യവന മഹർഷിയെ തൻ്റെ തോളിലേറ്റി ചുമന്നുകൊണ്ട് ഹനുമാൻ സ്വാമി അയോധ്യ നഗരത്തിലേക്ക് വന്നു. അപ്പോൾ ശ്രീരാമസ്വാമി ആഗ്രഹിക്കുകയാണ്, യാഗം എന്തായാലും നടക്കുകയാണ്, എന്തായാലും ഈ സമയത്ത് ആഞ്ജനേയനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച ഉടനെ നമ്മുടെ ആഞ്ജനേയ സ്വാമി ഈ ആഗ്രഹം മനസ്സിലാക്കി. അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ സ്വാമിയുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് അയോധ്യയിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് ച്യവന മഹർഷിയെ കൂടെ തോളിൽ ഇരുത്തി. അങ്ങനെ ഒരുക്കമൊക്കെ പൂർണ്ണമായ ഉടനെ യാഗാശ്വത്തെ അഴിച്ചുവിട്ടു. അശ്വം രേവാ നദിക്കരയിലെത്തി.
കുതിരയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആഞ്ജനേയനും നമ്മുടെ ശത്രുഘ്നനും ഭരതപുത്രനായിരിക്കുന്ന പുഷ്കരനും സൈന്യവും ഇങ്ങനെ പിന്നാലെ പോവാണ്, കുതിരയും നോക്കിക്കൊണ്ട്. നദിയിലിറങ്ങിയ യാഗാശ്വം, ആ ഒരു നദിയിലേക്ക് ഇറങ്ങിയ നമ്മുടെ യാഗാശ്വം ഉണ്ടല്ലോ, രേവാ നദിയാണല്ലോ, ആ നദിയിലേക്ക് ഇറങ്ങിയ യാഗാശ്വം പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി, കാണുന്നില്ല. എല്ലാവരും ആകെ ടെൻഷനായി. എവിടെ പോയി ആകാശം, എവിടെ പോയി? നദിയിലിറങ്ങി ഹനുമാൻ സ്വാമി എല്ലായിടത്തും നദിയിൽ ഇങ്ങനെ തപ്പാണ്, ആകാശം എവിടെ പോയി, എവിടെയും കാണാനില്ല. അഗാധമായിരിക്കുന്ന ഒരു ഗുഹാമുഖം കണ്ടു ആഞ്ജനേയ സ്വാമി. നദിയുടെ അടിയിൽ അഗാധമായിരിക്കുന്ന ഒരു ഗുഹാമുഖം. ഒരു നദിയിലിറങ്ങി ആഞ്ജനേയ സ്വാമി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വലിയ ഗുഹയുടെ മുഖം കണ്ടു. ഗുഹയിൽ കയറിയ ആഞ്ജനേയ സ്വാമിയും ശത്രുഘ്നനും മറ്റുള്ളവരൊക്കെ അശ്വത്തെ തിരിഞ്ഞിങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ഗുഹയുടെ മറ്റേ ഭാഗത്തെത്തി. ഇങ്ങനെ തിരഞ്ഞ് നടന്ന് മറ്റേ ഭാഗത്തെത്തി. അവിടെ നല്ല പ്രകാശമുള്ളൊരു നഗരം കണ്ടു. ആ നഗരത്തിൽ എവിടെയെങ്കിലും യാഗത്തിൽ പറഞ്ഞ അശ്വം കാണുമെന്ന് കരുതി ഹനുമാനും മറ്റുള്ളവരെല്ലാം കൂടെ പല സ്ഥലങ്ങളിലും ഒരുപോലെ ഇങ്ങനെ ഈ കുതിരയെ അന്വേഷിക്കുകയാണ്. ആ തെരച്ചിലിനൊടുവിൽ എന്താ ഉണ്ടായത്? രാധേ രാധേ പ്രഭു, ഹരേ കൃഷ്ണ. ആ തെരച്ചിലിനിടയിൽ വിശാലമായൊരു കൊട്ടാരം കണ്ടു. അരമനയിൽ എവിടെയും സ്ത്രീകളല്ലാതെ ഒരൊറ്റ പുരുഷനെയും കാണുന്നില്ല. ഈ രേവാ നദിയുടെ അടിയിലുള്ള അഗാധ ഗർത്തത്തിലുള്ള ഒരു ഗുഹാമുഖമാണ്. ആ ഗുഹാമുഖം തുറന്ന് അവർ നടന്നു പോയപ്പോഴാണ് പ്രകാശമുള്ളൊരു സ്ഥലം, അവിടെ ഒരു കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ അകത്ത് പോയി നോക്കിയപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾ, പുരുഷന്മാരാരുമില്ല. ഹനുമാനെയും ശത്രുഘ്നെയും ആ സ്ത്രീകൾ തങ്ങളുടെ അധീശ്വരിയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സ്ത്രീകൾ നോക്കുമ്പോൾ ഹനുമാനും ശത്രുഘ്നും രണ്ട് പുരുഷന്മാരും, അവിടെ വേറെ പുരുഷന്മാരാരുമില്ല. അവരെന്ത് ചെയ്ത് ആ രണ്ട് പുരുഷന്മാരെയും അധീശ്വരി അവിടുത്തെ രാജ്ഞിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. യോഗപീഠത്തിൽ തപസ്വിനിയെ പോലെ ഇരിക്കുകയാണ് യോഗിനിയെ. ആ യോഗിനി ഇങ്ങനെ യോഗപീഠത്തിൽ ഒരു തപസ്വിനിയെ പോലെ, തപസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. മാരുതനും ശത്രുഘ്നും ഭക്തിയോടുകൂടി അവരെ വന്ദിച്ചു. അപ്പം മാരുതി പറയാണ്, ആഞ്ജനേയ സ്വാമി പറയാണ്, മാതാവേ, അടിയൻ വായുപുത്രനായ ഹനുമാനാണ്. ഇദ്ദേഹം അയോധ്യാപതിയായ ശ്രീരാമചന്ദ്രദേവന്റെ അനുജനായ ശത്രുഘ്നുമാണ്. ശ്രീരാമചന്ദ്രന്റെ യാഗാശ്വത്തിന് കാവൽക്കാരനായി വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. നദിക്കരയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന യാഗാശ്വം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ കുതിരയെ എവിടെയെങ്കിലും നിങ്ങൾ ഒളിപ്പിച്ചു പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി തിരിച്ചു തരണേ എന്ന് പറഞ്ഞു. ആഞ്ജനേയ സ്വാമി പറഞ്ഞത് കേട്ട യോഗിനി പറഞ്ഞു, എന്താ പറഞ്ഞത്? അതിന് മറുപടിയായിട്ട്, വായുപുത്ര, ഇത്രയും കാലം അശ്വത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയാസമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ പല ആപത്തുകളും സംഭവിക്കാനിടയുണ്ട്. ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. വീരമണി എന്ന് നാമധേയമുള്ള അതിശക്തനായ ഒരു ശിവഭക്തൻ യാഗാശ്വത്തെ പിടിച്ചു കെട്ടാൻ സാധ്യതയുണ്ട്. യുദ്ധം ചെയ്ത് അവനെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. ശ്രീരാമമന്ത്ര കവചത്താൽ മാത്രമേ അവനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ആ ദിവ്യമന്ത്രം ശ്രീരാമചന്ദ്ര ഭക്തനായ നിനക്ക് നാം ഉപദേശിച്ചു തരുന്നതാണ്. എന്താ പറഞ്ഞത് ഇവിടെ? വീരമണി എന്ന പേരുള്ള അതിശക്തനായ ഒരു ശിവഭക്തൻ ഈ യാഗാശ്വത്തെ പിടിച്ചു കെട്ടും. അപ്പോൾ ശ്രീരാമ മന്ത്ര കവചത്താൽ മാത്രമേ അവനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. ആ ദിവ്യമന്ത്രം, ആ ശ്രീരാമചന്ദ്ര ഭക്തനായ നിനക്ക് ആ ദിവ്യമന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ യോഗിനി എന്ത് ചെയ്തു? മാരുതിക്ക് ശ്രീരാമ കവച മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. പിന്നീട് തൻ്റെ ദിവ്യശക്തി കൊണ്ട് മാരുതിയെയും മറ്റുള്ളവരെയും യാഗാശ്വത്തെയും എല്ലാം ഈ യോഗിനി നദിക്കരയിലെത്തിച്ചു. ശിവഭക്തനായിരിക്കുന്ന വീരമണിയുടെ രാജ്യത്തിൽ പ്രവേശിച്ച യാഗാശ്വത്തെ അവൻ്റെ മകനായിരിക്കുന്ന രുക്മാംഗദൻ പിടിച്ചുകെട്ടി. വീരമണിയുടെ രാജ്യത്തിലേക്ക് ഈ ആകാശം കയറി. അപ്പോൾ വീരമണി എന്ത് ചെയ്തു? വീരമണിയുടെ മകനായിരിക്കുന്ന രുക്മാന്തകൻ എന്ത് ചെയ്തു? ആ യാഗാശ്വത്തെ അങ്ങ് പിടിച്ചു കെട്ടി. യാഗാശ്വത്തെ വിട്ടുതരണമെന്നും പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമിയും ശത്രുഘ്നും അവിടെ ചെന്നു. പക്ഷെ അവർ കൂട്ടാക്കിയില്ല, വിട്ടുകൊടുക്കുന്നില്ല.
തന്നോട് യുദ്ധം ചെയ്ത് തന്നെ പരാജയപ്പെടുത്തിയ ശേഷം മാത്രമേ കുതിരയെ കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് വീരമണി കൽപ്പിച്ചു. യുദ്ധം ആരംഭിച്ചു. വീരമണിയെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ എന്തുണ്ടായി? ശ്രീരാമ കവച മന്ത്രം ഉപയോഗിച്ച് ഹനുമാൻ സ്വാമി വീരമണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ശ്രീരാമ കവച മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? വീരമണിയെ പരാജയപ്പെടുത്തണം. ഓക്കെ. ബോധഹീനനായി വീരമണി എന്താണ്? താഴെ വീണു. അവൻ ശ്രേഷ്ഠനായ ശിവഭക്തനായതുകൊണ്ട് വീരമണിക്ക് വേണ്ടി ശ്രീ പരമേശ്വരനും വീരഭദ്രനും കൂടെ യുദ്ധക്കളത്തിലേക്ക് വന്നു. ഘോരമായി യുദ്ധം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊരു ശ്രീരാമ കവചമന്ത്രം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശ്രീരാമ കവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുച്ഛന്ത സീതാ ലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത നീലജീമോത സംകാശം വിദ്യുദ്വർണാംബരാവൃതം കോമളാംഗം വിശാലാക്ഷം യുവാനാമതിസുന്ദരം സീതാ സൗമിത്രി സഹിതം ജടാമുകുടധാരിണം സാസിതൂണധനുർബാണപാണിം ദാനവമർദ്ദനം യദാ ചോരഭയേ രാജഭയേ ശത്രുഭയേ തഥാ ധ്യാത്വാ രഘുപതിം ക്രുദ്ധം കാലാനലസമപ്രഭം ചീരകൃഷ്ണാജിനധരം ഭസ്മോദ്ധൂളിത വിഗ്രഹം ആകർണാകൃഷ്ടവിശിഖകോദണ്ഡഭുജമണ്ഡിതം. സൂപ്പർ. ഇതാണ് ശ്രീരാമ കവച മന്ത്രം. അപ്പം ഈ മന്ത്രം വളരെ പവർഫുള്ളാണ്, ശ്രീരാമ കവച മന്ത്രം. അത് ഇടയ്ക്ക് ബിന്ദുമയ്ക്ക് ഉറക്കം വന്ന് ഇങ്ങനെ ഉറക്കം തോന്നും. പിന്നെ ഉറങ്ങാൻ മറന്നാ പോയിട്ട്. അങ്ങനെ ശ്രീരാമ കവച മന്ത്രത്തിൽ യുദ്ധം ചെയ്തപ്പം വീരമണി ബോധം പോയി താഴെ വീണു. ആ വീരമണി എന്ന് പറയുന്നത് ശ്രേഷ്ഠനായ ഒരു ശിവഭക്തനാണ്. അപ്പം ശിവഭക്തനായതുകൊണ്ട് ശ്രീ പരമേശ്വരനും വീരഭദ്രനും കൂടി ഈ യുദ്ധക്കളത്തിലേക്ക് എത്തുകയാണ്. ആർക്ക് വേണ്ടി? വീരമണിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ആഞ്ജനേയ സ്വാമിയോടൊക്കെ ഘോരമായി യുദ്ധം ചെയ്യാണ്. ആ യുദ്ധത്തിൽ ശത്രുഘ്നനും പുഷ്കരനും സൈന്യവും ഒക്കെ പരാജയപ്പെട്ടു. ബോധം പോയി യുദ്ധക്കളത്തിൽ അവരും വീണു. തനിക്ക് ബോധക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ആര് മനസ്സിലാക്കി? ആഞ്ജനേയ സ്വാമി മനസ്സിലാക്കി. അദ്ദേഹം നേരെ മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി. വന്ദിച്ച് കൈകൂപ്പി നിന്നുകൊണ്ട് ശ്രീരാമനാമ കീർത്തനങ്ങൾ അങ്ങ് ആലപിക്കാൻ തുടങ്ങി. അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു, വീരമണി, തൻ്റെ ശ്രേഷ്ഠമായ ഭക്തി കൊണ്ട് നമ്മെ സംപ്രീതനാക്കിയതിനാൽ നിഷ്കളങ്കമായിരിക്കുന്ന ശ്രീരാമ ഭക്തിനിഷ്ഠ കൊണ്ട് നീ നമ്മുടെ ഹൃദയം കവർന്നിരിക്കുന്നു. എന്താ പറഞ്ഞത്? വീരമണി ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തി കൊണ്ടാണ് മഹാദേവനെ സന്തോഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നിഷ്കളങ്കമായിരിക്കുന്ന ശ്രീരാമ ഭക്തി നിഷ്ഠ കൊണ്ട് ആഞ്ജനേയ നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുകയാണ്. ആഞ്ജനേയ, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? മഹാദേവൻ ചോദിച്ചു. ഹനുമാൻ സ്വാമി പറഞ്ഞു, ശ്രീ മഹാദേവ, ബോധഹീനരായി മൃതപ്രായരായി കിടക്കുന്ന ശത്രുഘ്നെയും പുഷ്കരനെയും മറ്റുള്ളവരെയും രക്ഷിക്കുന്നതിന് മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ അടിയൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അടിയൻ മടങ്ങി വരുന്നതുവരെ അവിടുന്ന് അപ്രത്യക്ഷനാകാതെ ഇവിടെ തന്നെ നിന്നരുളുവാൻ കൃപയുണ്ടാകണമെന്നുള്ളതാണ് അടിയൻ്റെ വിനീതമായ അപേക്ഷ എന്ന് പറഞ്ഞു. ഭക്തിയിൽ സംപ്രീതനായിരിക്കുന്ന ഭക്തിപ്രിയനായിരിക്കുന്ന പരമേശ്വരൻ ഹനുമാൻ സ്വാമിയുടെ അപേക്ഷ സ്വീകരിച്ചു. മൃതസഞ്ജീവിനിക്കായിട്ട് ഹിമാലയത്തിലെത്തിയ ഹനുമാനെ ദേവേന്ദ്രൻ്റെ അനുചരന്മാരങ്ങ് തടഞ്ഞു. ദേവേന്ദ്രൻ്റെ കൂടെയുള്ളവരങ്ങ് തടഞ്ഞു വെച്ച് യുദ്ധം ചെയ്തു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്? രാമകവച മന്ത്രം ഉപയോഗിച്ച് എല്ലാവരെയും മോഹാലസ്യപ്പെടുത്തി. മൃതസഞ്ജീവിനി മലയുമായി അതിവേഗം യുദ്ധക്കളത്തിലെത്തിക്കൊണ്ട് ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്ത്? ആഞ്ജനേയനെ നോക്കി പരമേശ്വരൻ പരിഹസിച്ച് ചിരിച്ചു. മൃതസഞ്ജീവിനിയുടെ എന്താ പറയാ,
മൃതസഞ്ജീവിനിയുടെ മലയും കൊണ്ടാണ് ആര് വരുന്നത്? നമ്മുടെ ഹനുമാൻ സ്വാമി വരുന്നത്. ഈ വരവ് കണ്ട് ആഞ്ജനേയ സ്വാമിയെ പരമേശ്വരൻ കളിയാക്കി ചിരിച്ചു. മൃതസഞ്ജീവിനി മല താഴെ ഇറക്കി വെച്ച് ആഞ്ജനേയ സ്വാമി ആശ്ചര്യത്തോടുകൂടി മഹാദേവനെ നോക്കി. അപ്പോഴും മഹാദേവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാഠമായി ചിന്തിച്ചപ്പോൾ ഈ പരിഹാസ ചിരിയുടെ അർത്ഥം എന്താണെന്ന് ആഞ്ജനേയ സ്വാമിക്ക് മനസ്സിലായി. ആഞ്ജനേയ സ്വാമി പറഞ്ഞു, മഹാദേവ, ഈ ഉള്ളവൻ്റെ ബുദ്ധിഹീനതയെക്കുറിച്ച് ഓർത്തല്ലേ അവിടുന്ന് പരിഹസിച്ച് ചിരിക്കുന്നത്? മഹത്തായ രാമകവച മന്ത്രം തുണയുള്ളപ്പോൾ മൂഢനായ അടിയൻ മൃതസഞ്ജീവിനിയും തേടി വിദൂരത്തിലേക്ക് പോയ വ്യർത്ഥമായ പ്രവൃത്തിയെപ്പറ്റി ചിന്തിച്ചല്ലേ അവിടുന്ന് എന്നെ പരിഹസിക്കുന്നത്? രാമകവച മന്ത്രം കയ്യിലുള്ളപ്പോൾ ഈ വിഡ്ഢിയായ ഞാൻ ദൂരേക്ക് മൃതസഞ്ജീവിനി മലയും തേടി പോയി എന്നുള്ള വിഡ്ഢിത്തരം ആലോചിച്ചല്ലേ മഹാദേവ അവിടുന്ന് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അടുത്ത ക്ഷണത്തിൽ കണ്ണും പൂട്ടിക്കൊണ്ട് നല്ല ഏകാഗ്രമായ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമി രാമനാമ ഭക്തി മന്ത്രങ്ങൾ കീർത്തനങ്ങൾ അങ്ങ് ആലപിക്കാൻ തുടങ്ങി. ശത്രുഘ്നനും പുഷ്കരനും മറ്റുള്ളവരെല്ലാം ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റു. ശാപം കുലച്ച് ഞാൻ മുറുക്കിയ പരമേശ്വരൻ ആഞ്ജനേയ ഭക്തിഗാനങ്ങൾക്ക് ശ്രുതിമീട്ടി ഹൃദയത്തോടുകൂടി ഗാനമങ്ങ് അത്രയും സന്തോഷത്തോടുകൂടി ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് ശ്രീരാമനാമങ്ങൾ ആരാലപിക്കുന്നത്? നമ്മുടെ ആഞ്ജനേയ സ്വാമി ആലപിക്കുന്നു. അത്രയും ഉണ്ടായിരുന്നു. കാരണം ശ്രീരാമസ്വാമിയുടെ ആ ഒരു എന്താ പറയുക, ആഞ്ജനേയ സ്വാമി ആലപിക്കുമ്പം അതിന് ഭയങ്കര മനോഹാരിതയാണ്. അത്രയും മനോഹാരിതയാണ്. കാരണം ആഞ്ജനേയ സ്വാമി ഹൃദയം കൊണ്ടാണ് ആലപിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ ആ ഒരു ഗാനങ്ങൾ എന്ന് പറയുന്നത് ആഞ്ജനേയ സ്വാമി ആലപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അത്രയും മനോഹരമായിട്ടാണ് ആഞ്ജനേയ സ്വാമി ശ്രീരാമസ്വാമിയുടെ നാമങ്ങൾ ആലപിക്കുന്നത്. അപ്പം അതിങ്ങനെ ആരാണ് അത്രയും സന്തോഷത്തോടു കൂടി കേട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആഞ്ജനേയ സ്വാമി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അത്രയും ഭംഗിയായിട്ടാണ് ആഞ്ജനേയ സ്വാമി ആലപിക്കുന്നത്. കാരണം അതിൽ ഭക്തിയുണ്ട്. ഭക്തി ഉള്ളത് കൊണ്ടാണ് അത്രയും മനോഹരമായി ആലപിക്കാൻ സാധിക്കുന്നത്. അല്ലേ? അത്രയും ഭക്തി കിട്ടില്ല. ഭക്തി ഇല്ല എങ്കിൽ നമ്മൾ ആലപിക്കുന്ന ഒരു കീർത്തനങ്ങൾ പോലും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതങ്ങനെ ആലപിച്ചിങ്ങനെ സന്തോഷത്തോടു കൂടി ആലപിക്കുകയാണ് നമ്മുടെ ശ്രീരാമസ്വാമി ആഞ്ജനേയ സ്വാമി. അത് കേട്ടുകൊണ്ടിരിക്കണ ആര്? മഹാദേവൻ. അങ്ങനെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെ ഗാനം ആഞ്ജനേയ ഭക്തിഗാനങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ശ്രീരാമസ്വാമിയെക്കുറിച്ചുള്ള ആഞ്ജനേയ ഭക്തിഗാനങ്ങൾക്ക് ശ്രുതി മീട്ടിക്കൊണ്ടാണ് ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്നത് ആര്? പരമേശ്വരൻ. പരമേശ്വരൻ ശ്രീരാമസ്വാമിയുടെ ആ ഗാനങ്ങൾ, ശ്രീരാമസ്വാമിയുടെ നാമമുള്ള ആ ഗാനങ്ങൾ ആഞ്ജനേയ സ്വാമി ആലപിക്കുമ്പോൾ ശ്രുതി മീട്ടുന്നു പരമേശ്വരൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര മനോഹാരിതയുണ്ടാവും. സുഹൃതമാക്കുവാൻ രാമ കാത്തുകൊള്ളണേ. രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. യുദ്ധക്കളം നല്ല ശാന്തമായി. ശിഥില ചിന്തയാൽ മനം അതിതമാകവേ പഥികനെന്നുടെ കൊടും വ്യഥകൾ മാറ്റണേ. തളരുമെന്തനു രാമ തരളമാകവേ തരികനിക്കു നീ രാമ താവകാഭയം. കൊടിയ വേനലിൽ തളിരിലകളെന്ന പോൽ കഥന വെയിലിലൻ കിനാവിരിയും വേളയിൽ സോമകളഭമാം മഴ എൻ മനസ്സിലും രാമ നീ ചൊരിഞ്ഞെന്നെ കാത്തിടേണമേ. രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. കരളു നൊന്തു ഞാൻ ധ്യാനിക്കുമ്പോഴെൻ അരികിൽ വന്നു നീ രാമ കൈപിടിക്കണേ. നിഴൽ വിരിക്കുമീ എന്റെ അഴലുകൾ സദാ കഴൽ തൊഴുന്നു ഞാൻ രാമ അങ്ങു മാറ്റണേ. ആപത്തേകിടും രാമ താടകാഭയം പാടെ
ജാനകീപതേ മോഹമാകുമാ സ്വർണ്ണമാനെ കൊല്ലണേ എൻ്റെ മാനസം രാമ ശാന്തമാക്കണേ. അങ്ങനെ ആഞ്ജനേയ സ്വാമിയുടെ പാട്ട് കേട്ട് 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 നമ്മുടെ പരമേശ്വരൻ ഇങ്ങനെ ശ്രുതിയൊക്കെ മീട്ടി യുദ്ധക്കളം നല്ല ശാന്തമായി. യാഗദീക്ഷയുടെ കരങ്ങളിൽ ദർഭയും പവിത്രമോതിരവും ധരിച്ച് പ്രശാന്ത ഗാംഭീര്യത്തോടുകൂടി രാമദേവൻ യുദ്ധക്കളത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. വീരമണിക്ക് ബോധം നൽകിയ മഹാദേവൻ ശ്രീരാമചന്ദ്ര സന്ദർശന സൗഭാഗ്യം ലഭിച്ചു അല്ലേ. അങ്ങനെ അനേകം പാരിതോഷികങ്ങൾ സമ്മാനങ്ങളെല്ലാം സമർപ്പിച്ച് രാമദേവ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വീരമണി യാഗാശ്വത്തെ തിരിച്ചേൽപ്പിച്ചു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ വീരമണി യാഗാശ്വത്തെ തിരിച്ചങ്ങേൽപ്പിച്ചു. യഥാസ്ഥാനത്ത് വീണ്ടും സഞ്ജീവനി മലയെ കൊണ്ടുചെന്ന് സ്ഥാപിച്ച് ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? മൃതസഞ്ജീവനി മലയെ കൊണ്ടുപോയി യഥാസ്ഥാനത്ത് വെച്ചു. യാഗാശ്വത്തെ പിന്തുടരാൻ തുടങ്ങി. യാഗാശ്വം നീലമലയിലുള്ള ശംക്രാംശം എന്ന നഗരത്തിലേക്ക് പോയി. ആ നഗരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് സുബാഹു എന്ന് പറയുന്ന ഒരു അരജനായിരുന്നു. ആരാണ്? സുബാഹു. ആ സ്ഥലത്തിന്റെ പേരാണ് ശക്രാംശം. അവന്റെ മകനായിരിക്കുന്ന ധമനൻ യാഗാശ്വത്തെ പിടിച്ച് വീണ്ടും ബന്ധിച്ചു. വീണ്ടും യാഗാശ്വത്തെ പിടിച്ചിട്ട് ആര് ബന്ധിച്ചു? നമ്മുടെ സുബാഹുവിന്റെ മകനായിരിക്കുന്ന ധമനൻ പോയിട്ട് ഈ യാഗാശ്വത്തെ പിടിച്ച് കെട്ടി. യുദ്ധക്കളത്തിൽ സുബാഹുവും സൈന്യവുമായി ഏറ്റുമുട്ടി. ഹനുമാനും ശത്രുഘ്നനും സൈന്യവുമായിട്ട് ഭയങ്കരമായി യുദ്ധം ചെയ്തു. ഹനുമാന്റെ ഗാത്രമാഗമനം ആ ഒരു ശത്രുവിൻ്റെ ബാണങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ മുറിഞ്ഞു. ശ്രീരാമനെന്ന് ഭക്തിപുരസരം ജപിച്ച ആഞ്ജനേയ സ്വാമി സുബാഹുവിൻ്റെ നെഞ്ചിൽ ഒരൊറ്റ അടിയിട്ട് കൊടുത്തു. ഒരൊറ്റ കുത്തുകൊണ്ട് കുത്തി, കൈകൊണ്ടൊരൊറ്റ തൊഴി. ആഞ്ജനേയ സ്വാമിയുടെ ഉഗ്രമായിട്ടുള്ള അടി കേട്ടിട്ട് സുബാഹു അങ്ങ് ബോധം പോയി കിടക്കുക. അപ്പോൾ അയോധ്യാനഗരത്തിൽ നടക്കുന്ന അശ്വമേധയാഗത്തിൻ്റെ ദൃശ്യം സുബാഹുവിൻ്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. വസിഷ്ഠൻ, വാമദേവൻ, ച്യവനൻ മുതലായ താപസ ശ്രേഷ്ഠന്മാരെല്ലാം യാഗനിർദ്ദേശങ്ങളോടുകൂടി യാഗദീക്ഷയോടുകൂടി എഴുന്നള്ളിയിരിക്കുന്നത്, രാമദേവൻ യാഗകർമ്മങ്ങളെല്ലാം ഭക്തിപുരസരം ചെയ്യുന്നതും ദേവാദി ദേവന്മാരും ഇന്ദ്രദേവനും വാനവീതിയിൽ ഇങ്ങനെ യാഗാനുഷ്ഠാനങ്ങളിൽ നിന്ന് നോക്കുന്നതും എല്ലാം സുബാഹു മലന്ന് കിടന്നിങ്ങനെ ഉൾക്കാഴ്ചയിൽ കാണാൻ തുടങ്ങി. തൽക്ഷണം തന്നെ ബോധം വന്നു സുബാഹുവിന്. അറിയാതെ ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് തരണേന്നും പറഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ച് ഒരുപാട് അമൂല്യ ദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ച് യാഗാശ്വത്തെ തിരിച്ചു കൊടുത്തു. ശ്രീരാമഭക്ത ആഞ്ജനേയ, അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് രാമദേവ ദർശന സൗഭാഗ്യം ഈ ഉള്ളവന് ലഭിച്ചു. ഞാനും അവിടുത്തെ തൃച്ചേവടികളെ പിന്തുടരുകയാണെന്ന് സുബാഹു പറഞ്ഞു. അങ്ങനെ ശ്രീരാമനാമ ജപത്താൽ ശ്രീരാമകാര്യം പ്രാപിച്ച് പ്രസന്നവദനായി സന്തോഷത്തോടുകൂടി ആഞ്ജനേയ സുബാഹു അങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ സ്നേഹത്തോടുകൂടി വീരബാഹു തൻ്റെ പുത്രനായ ദമനനെ രാജ്യഭാരം ഏൽപ്പിച്ചു. സുബാഹു പറഞ്ഞു, ഇനി മോനെ നീ നോക്കിയാൽ മതി രാജ്യമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ പാദസേവ ചെയ്ത് സായുജ്യം പ്രാപിക്കാൻ വേണ്ടി ആഞ്ജനേയ സ്വാമിയുടെ കൂടെ സുബാഹു യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യാഗാശ്വം കുണ്ഠല നഗരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഭരണം നടത്തിയിരുന്ന സുരഥൻ എന്ന് പറയുന്ന ഒരു രാജാവ് യാഗാശ്വത്തെ അവിടെയും പിടിച്ചു കെട്ടി. സുരഥനുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച നമ്മുടെ ആഞ്ജനേയ സ്വാമി ആ യാഗാശ്വത്തെ കൊണ്ടുവന്ന് അവനെ എന്ത് ചെയ്തു? ബന്ധനത്തിലാക്കി. പക്ഷേ സുരഥൻ ശ്രീരാമഭക്തനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആഞ്ജനേയ സ്വാമി സുരഥനെ മോചിപ്പിച്ചു. അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് സുരഥൻ ഹനുമാനോട് മാപ്പൊക്കെ ചോദിച്ച് കുറേ വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ കൊടുത്ത് മാരുതപുത്രനെയും മറ്റുള്ളവരെയൊക്കെ സ്വീകരിച്ച് കുതിരയെ തിരിച്ചേൽപ്പിച്ച് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് പിന്നെ അടുത്തതായിട്ട് ആര് പോകുന്നത്? യാഗാശ്വം പോകുന്നത്. അവിടെ ചെന്നപ്പോൾ യാഗാശ്വം പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയതും യാഗാശ്വം അപ്രത്യക്ഷമായി. മാരുതിയും ശത്രുഘ്നനും എല്ലാവരും ആഞ്ജനേയ സ്വാമി ഇങ്ങനെ നോക്കുകയാണ്, യാഗാശ്വം എവിടെ പോയി? സുരഥൻ്റെ അടുത്തു നിന്നൊക്കെ പിടിച്ച് വാങ്ങിയ യാഗാശ്വം ഇവിടെ എത്തിയപ്പോൾ അപ്രത്യക്ഷമായല്ലോ, എവിടെ പോയി? അശ്വത്തെ തിരഞ്ഞ് നടന്ന ആഞ്ജനേയ സ്വാമി ശത്രുഘ്നനും അതിനെ ഒരു വൃക്ഷത്തിൽ കെട്ടിയിരിക്കുന്നത് കണ്ടു. എന്നിട്ടോ മുനികുമാരന്മാർ, തേജസ്വിയായ 2 മുനികുമാരന്മാർ അതിന് കാവലിൽ നിൽക്കുകയാണ് ഈ യാഗാശ്വത്തിന്. മുനികുമാരൻ എന്ത് ചെയ്തു? ആഞ്ജനേയനെയും ശത്രുഘ്നൻ്റെ അടുത്ത് ചെന്നപ്പോൾ അചഞ്ചലനായിരിക്കുന്ന കുശൻ എന്താ ചെയ്തത്? കുതിരയുടെ കടിഞ്ഞാണിൽ അങ്ങ് പിടിച്ചുകൊണ്ട് ധൈര്യസമേതം നിൽക്കുകയാണ് കുശൻ. അപ്പോൾ നമ്മുടെ ആഞ്ജനേയ സ്വാമിയും ശത്രുഘ്നനും കൂടെ ഈ ആകാശത്തിൻ്റെ അടുത്തേക്ക് പോയി.
യാഗാശ്വത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കയറ് നല്ല സധൈര്യത്തോടു കൂടി കുശൻ പിടിച്ചു നിൽക്കുകയാണ്. തൻ്റെ പ്രിയതമനെ വീണ്ടും പ്രാപിക്കുന്നുള്ള ഭാഗ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭർത്താവിൻ്റെ അടുത്തേക്ക് വീണ്ടും എത്താൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന സീതാദേവിക്ക് പൂജയ്ക്കായിട്ടുള്ള താമര പൂക്കൾ പറിക്കാൻ പോയതാണ് ലവൻ. കുശനാണെങ്കിൽ ഈ ഒരു യാഗാശ്വത്തിൻ്റെ അടുത്തു നിൽക്കുന്നു. എന്നിട്ടോ ലവൻ പുഷ്പങ്ങളെല്ലാം കൊണ്ടുചെന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് താനും ചേട്ടനും കൂടെ പിടിച്ചു കെട്ടിയ ആ യാഗാശ്വത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ശ്രീരാമചന്ദ്രൻ്റെ പുത്രന്മാരാണ് മഹർഷികുമാരന്മാരെന്നറിയാതെ ശത്രുഘ്നൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിച്ചു. പിള്ളേരോട്, ഈ കുട്ടികളോട് ശത്രുഘ്നൻ പറഞ്ഞു, മുനികുമാരന്മാരെ, പൂക്കളിർത്ത് മാല കോർത്തും ചമത കമ്പുകളൊടിച്ചും മഹർഷിമാരുടെ ക്ഷേമ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും നടക്കേണ്ട നിങ്ങൾ യാഗാശ്വത്തെ പിടിച്ചു കെട്ടുവാൻ തുനിഞ്ഞിരിക്കുന്നുവെന്നോ? മര്യാദയ്ക്ക് യാഗാശ്വത്തെ അഴിച്ചുവിടൂ. രാമചന്ദ്ര പ്രഭുവിന്റെ കോപത്തിനിരയാകാതെ കുതിരയെ തിരിച്ചേൽപ്പിച്ച് മാപ്പ് പറയൂ എന്നങ്ങ് ശത്രുഘ്നൻ പറഞ്ഞു. അപ്പം ലവൻ ചോദിക്കുകയാണ്, രാമനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കോപത്തെക്കുറിച്ചോ നീതിന്യായങ്ങളെക്കുറിച്ചോ അധികമൊന്നും ഞങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. പതിവ്രതയും ഗർഭിണിയുമായ പത്നിയെ കാനനത്തിൽ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ച ശ്രീരാമചന്ദ്രനെ പറ്റിയും അതിനെല്ലാം മൗനാനുവാദം നൽകിയ രാമന്റെ അനുജന്മാരെ പറ്റിയും ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഈ ഭീഷണികൾ കൊണ്ടൊന്നും കുതിരയെ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട. ലവനും പറഞ്ഞു. ശ്രീരാമനെ നിന്ദിച്ച് സംസാരിച്ചപ്പോൾ ദേഷ്യം വന്ന ശത്രുഘ്നൻ കുതിരയെ അഴിച്ചുവിടാൻ രാജകിങ്കരന്മാരോട് പറഞ്ഞു, പോയി ആ കുതിരയെ ഇങ്ങോട്ട് അഴിച്ചുവിടും, രാമനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. ശത്രുഘ്നന്റെ കൽപ്പന കേട്ട് യാഗാശ്വത്തെ അഴിച്ചുവിടാൻ വേണ്ടി പോയ വീരന്മാരെ ലവൻ ഒറ്റടിക്ക് തറയിലിട്ട് കളഞ്ഞു. സീതാദേവിയെ ശ്രീരാമൻ കാനനത്തിൽ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ച വാർത്തകൾ കേട്ട തേജസ്വിനിയായിരിക്കുന്ന കുമാരന്മാർ ശ്രീരാമചന്ദ്ര പുത്രന്മാർ തന്നെയെന്ന് ഭക്തശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാൻ സ്വാമി മനസ്സിലാക്കി. ശ്രീരാമസ്വാമിയെക്കുറിച്ചും സീതാദേവിയെ കാട്ടിലുപേക്ഷിച്ച കഥയൊക്കെ ഇത്ര കൃത്യമായി പറയണമെങ്കിലും ഇതുപോലെ രാജകിങ്കരന്മാരെ അടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മക്കൾ തന്നെയാണ് എന്ന് ആര് മനസ്സിലാക്കി? ആഞ്ജനേയ സ്വാമി മനസ്സിലാക്കി. ലവകുശന്മാരുമായി യുദ്ധം ചെയ്യാതെ അവരുടെ യുദ്ധചാതുര്യം, ആ യുദ്ധം ചെയ്യുന്ന ആ ഒരു കഴിവ് കൗതുകത്തോടു കൂടി നോക്കി നിന്ന ഹനുമാൻ സ്വാമി അവർ തൊടുത്തുവിടുന്ന എല്ലാ അസ്ത്രങ്ങളും ശത്രുഘ്നന്റെ മേലെ കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വന്നു. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ 2 കുമാരന്മാർ യാഗാശ്വത്തെ ബന്ധിച്ചിരിക്കുന്നു എന്നും യുദ്ധത്തിലേർപ്പെട്ട ശത്രുഘ്നെയും പുഷ്കരനെയും ഒക്കെ കുമാരന്മാർ പരാജയപ്പെടുത്തി എന്നൊക്കെ ചാരന്മാർ വഴി ശ്രീരാമചന്ദ്ര പ്രഭു അറിഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു എന്താ ചെയ്തത്? ഭരത ലക്ഷ്മണന്മാരുടെ കൂടെ ആശ്രമത്തിലേക്ക് പോയി. ഇവരെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണോ? ഇത്രയും വലിയ യുദ്ധമൊക്കെ ചെയ്ത് അവർക്ക് തോൽപ്പിച്ചിരിക്കുകയാണോ? ഇതൊക്കെ അറിഞ്ഞ രാമചന്ദ്ര പ്രഭു ഭരതലക്ഷ്മണന്മാരെയും കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ മോഹാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെയും ലവൻ മോഹിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്, മോഹാലസ്യപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. മോഹാസ്ത്രമാണ് ഹനുമാൻ സ്വാമിയുടെ നേരെ ഇട്ടിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയും മോഹാലസ്യനായി കിടക്കുകയാണ്. ദേഷ്യം വന്ന രാമൻ എന്ത് ചെയ്തു? മുനികുമാരന്മാരെ ലക്ഷ്യമാക്കി ബാണങ്ങൾ അങ്ങ് പ്രയോഗിച്ചു. പക്ഷേ ശ്രീരാമ ബാണങ്ങളൊന്നും നമ്മുടെ മുനികുമാരന്മാരുടെ ദേഹത്തിൽ കൊണ്ടില്ല. അതുപോലെ തന്നെ ലവകുശന്മാർ തൊടുത്തുവിട്ട അസ്ത്രങ്ങളെല്ലാം തന്നെ അർച്ചനാ പുഷ്പങ്ങൾ പോലെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങളിൽ പതിക്കാൻ തുടങ്ങി. ആ അത്ഭുത പ്രതിഭാസം കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രനും ലവകുശന്മാരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. ശ്രീരാമസ്വാമി ഇവിടുന്ന് അമ്പുകളൊന്നും ഇവിടെയും കൊള്ളുന്നില്ല, ഇവിടുന്ന് അമ്പുകളെല്ലാം പൂക്കളായി മാറും ചെയ്യുന്നു. അശ്വമേധ യാഗമണ്ഡപത്തിൽ വന്നിരുന്ന് രാമായണ കാവ്യം ശ്രുതി മധുരമായി പാരായണം ചെയ്ത മുനികുമാരന്മാർ അസ്ത്രപ്രയോഗങ്ങളിലും വല്ലഭന്മാരായി തിളങ്ങുന്നത് കണ്ടപ്പോൾ രാമൻ ശരിക്കങ്ങ് അത്ഭുതപ്പെട്ടു. പൂജാകർമ്മങ്ങൾ യഥാവിധി സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം സീതാദേവി എന്ത് ചെയ്തു? ഈ കാര്യം അറിഞ്ഞ് തൻ്റെ കുമാരന്മാരെ രക്ഷിക്കാൻ വേണ്ടി വാൽമീകി മഹർഷിയോട് പറഞ്ഞു. ശ്രീരാമൻ കുമാരന്മാരെ ലക്ഷ്യമാക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ സീതാദേവിയുടെ കൂടെ വാൽമീകി മഹർഷി അവിടെ എത്തി. ശ്രീരാമ, യുദ്ധം അവസാനിപ്പിക്കൂ, ഇവർ അങ്ങയുടെ കുമാരന്മാരാണ്. ഇപ്രകാരം പറഞ്ഞ് വാൽമീകി മഹർഷി രാമനെ വന്ദിച്ചു. കുമാരന്മാരെ, അദ്ദേഹം നിങ്ങളുടെ പിതാവാണ്. വില്ലും ശരങ്ങളും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ക്ഷമാപണം ചെയ്യൂ, അച്ഛനോട് ക്ഷമ ചോദിക്കൂ. ദുഃഖാകുലയായിരിക്കുന്ന സീതാദേവി മക്കളെ ഉപദേശിച്ചു. എന്ത്? അയോധ്യാപതിയായിരിക്കുന്ന രാമൻ ഞങ്ങളുടെ പിതാവെന്നോ? ബോധരഹിതരായി കിടക്കുന്ന ഭരതശത്രുഘ്നാദികൾ ഞങ്ങളുടെ പിതൃ സഹോദരന്മാരെന്നോ? അവരുമായി യുദ്ധം ചെയ്ത് ഞങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന്
ലവകുശന്മാർ സീതാദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മക്കൾ ചോദിക്കുകയാണ്, ഇത് ഞങ്ങളുടെ അച്ഛനാണെന്നോ? ഈ കിടക്കുന്നതെല്ലാം അച്ഛൻ്റെ സഹോദരന്മാരാണെന്നോ? ഒന്നും അറിയാതെ അവരോട് യുദ്ധം ചെയ്തില്ലേ അമ്മേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. പിതാവേ, അങ്ങേ തിരിച്ചറിയുവാൻ സാധിക്കാതെ മഹാ അപരാധം ചെയ്തു പോയ ഈ കുമാരന്മാരോട് ക്ഷമിച്ചരുളിയാലും. രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച ലവകുശന്മാർ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. അങ്ങനെ ലവകുശന്മാരെ ഗാഢമായി കെട്ടിപ്പിടിച്ച് അവരുടെ മൂർധാവിൽ കുമാരന്മാരെ ചുംബിച്ച് സമാധാനിപ്പിച്ചു. ആര്? നമ്മുടെ ശ്രീരാമസ്വാമി. ഭരത ശത്രുഘ്നന്മാരും മറ്റുള്ളവരെല്ലാം ബോധം തെളിഞ്ഞ് എഴുന്നേറ്റപ്പോൾ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ്റെ അടുത്ത് വന്നിട്ട് വാൽമീകി മഹർഷി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ശ്രീരാമ, സീതാദേവി പതിവ്രതാ ശിരോമണിയാണ്. ദേവിയെയും കുമാരന്മാരെയും അയോധ്യാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. നാം വരുണദേവനെ ഭഗവാനെ സന്ദർശിക്കാൻ പോയ സമയത്ത് ദേവേന്ദ്രനെയും ദർശിക്കുവാനിടയായി. അപ്പോൾ ദേവേന്ദ്രൻ ഒരു സത്യം നമ്മളോട് പറഞ്ഞു. ഒരിക്കൽ ഗർഭിണിയായ ഒരു ശകുന്ത പക്ഷിയെ അറിയാതെ സീതാദേവി കൂട്ടിനുള്ളിൽ അടച്ച് സൂക്ഷിച്ചു അത്രേ. പെൺപക്ഷിയുടെ വിയോഗം സഹിക്കാൻ പറ്റാതെ ആൺകിളി ഒരുപാട് ദുഃഖിച്ചു. അപ്പോൾ സീതാദേവി ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവിനെ പിരിഞ്ഞ് ദുഃഖിക്കുവാൻ ഇടയാറുമാകട്ടെ എന്ന് ശപിച്ചു. ആ ശാപദോഷം കൊണ്ടാണ് സീതാദേവി ഗർഭിണിയായപ്പോൾ അങ്ങയെ പിരിഞ്ഞിരിക്കാൻ ഇടയായത്. ഇത് എന്നോട് ദേവന്മാർ പറഞ്ഞ സത്യമാണ്. വാൽമീകി മഹർഷി പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് സീതാദേവി തൃപാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. അങ്ങനെ സന്തോഷത്തോടുകൂടി ജാനകി ദേവിയെ സ്വീകരിച്ച് രാമദേവൻ എന്ത് ചെയ്തു? ലവകുശന്മാരെയും കൂട്ടി അയോധ്യയിലേക്ക് യാത്ര പോയി. അയോധ്യയിലെത്തിയ ശ്രീരാമദേവൻ യഥാവിധി അശ്വമേധയാഗമൊക്കെ പൂർത്തിയാക്കി. ശ്രീരാമകഥ രാമായണ കാവ്യമായി വാൽമീകി മഹർഷി രചിച്ചു. ശ്രീരാമദേവൻ്റെ കഥ വാൽമീകി മഹർഷി രചിക്കുന്നത് അങ്ങനെയാണ്. വളരെ നല്ല കഥയല്ലേ? അങ്ങനെ എല്ലാ കഥകളും അറിയുന്ന ഒരാളായിരുന്നു വാൽമീകി മഹർഷി. ഓക്കെ, അങ്ങനെ ആ മഹാകാവ്യത്തെ എല്ലാവരും ഭക്തിയോടുകൂടി സ്വീകരിച്ചു. ലവകുശന്മാരും ആഞ്ജനേയനും ശ്രീരാമകാവ്യം അങ്ങനെ വളരെ മനോഹാരിതയിൽ ഇങ്ങനെ ആലപിച്ചു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നെറ്റ് സ്ലോ. അങ്ങനെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ശ്രീരാമസ്വാമി എന്ത് അയോധ്യയെ വിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അയോധ്യ രാജ്യഭാരമൊക്കെ യുവരാജാവായിരിക്കുന്ന ലവനെ ഏൽപ്പിച്ചു. വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയ മിത്രങ്ങളോട് രാമദേവൻ യാത്ര ചോദിച്ചു. ആഞ്ജനേയ സ്വാമി ഏകാഗ്രചിത്തനായിരുന്നു കൊണ്ട് ശ്രീരാമനാമങ്ങൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമസ്വാമി ഹനുമാനോട് പറഞ്ഞു, വായുപുത്ര, നമ്മുടെ അവതാര ലക്ഷ്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. വൈകുണ്ഠത്തിലേക്ക് പോകുന്ന നമ്മോടൊപ്പം നീയും വരുന്നതിൽ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, മഹാപ്രഭു, ഭക്തോത്തമന്മാരായിരിക്കുന്ന താപസവര്യന്മാർക്ക് പോലും സിദ്ധിക്കാത്ത മഹാഭാഗ്യം അല്പനായ ഈ ഉള്ളവന് അവിടുന്ന് അരുളി ചെയ്തു. മറ്റെന്തിനേക്കാളും കൂടുതൽ അടിയൻ ആഗ്രഹിക്കുന്നത് സീതാരാമനാമ മന്ത്രോച്ചാരണങ്ങൾ മാത്രമാണ്. സീതാരാമന്മാരെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പ്രഭാവങ്ങൾ ത്രിലോകങ്ങളെയും ഉണർത്തുന്നതിന് കദളി വനത്തിൽ ഉപവിഷ്ടനാകുവാൻ അടിയനെ അനുഗ്രഹിച്ചാലും പ്രഭു. അപ്പോൾ എന്താ പറയുന്ന ഹനുമാൻ സ്വാമി, എനിക്ക് വൈകുണ്ഠത്തേക്കാൾ വലുതാണ് അവിടുത്തെ നാമങ്ങൾ. ആ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഞാനിങ്ങനെ കദളി വനത്തിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിനുള്ള അനുവാദം നൽകിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ആഞ്ജനേയ, നിന്റെ അഭീഷ്ടം അപ്രകാരമെങ്കിൽ തഥാസ്തു. ലങ്കാപുരിയിൽ വെച്ച് സീതാദേവി അനുഗ്രഹിച്ചതുപോലെ കൽപ്പാന്ത കാലത്തോളം ചിരഞ്ജീവിയായി നീ ഭവിക്കുമാറാകട്ടെ ആഞ്ജനേയ. സേതുബന്ധനത്തെ കാത്തുരക്ഷിക്കേണ്ട ചുമതല നാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ബന്ധനത്തെ കാത്തുരക്ഷിച്ച് ദ്വാപരയുഗത്തിൽ നാം അവതരിക്കുമ്പോൾ നിനക്ക് ദർശനമരുളുന്നതാണ് ആഞ്ജനേയ. അപ്പം ആഞ്ജനേയ സ്വാമി പറഞ്ഞു, പ്രഭു, അടിയൻ ഒരേ ഒരു അപേക്ഷയുണ്ട്. അവിടുത്തെ ദർശന സൗഭാഗ്യം അരുളി ചെയ്യുമ്പോൾ സീതാസമേത രാമനായി ദർശനമരുളി അടിയനെ അനുഗ്രഹിക്കണമേ. അപ്രകാരം ഭവിക്കട്ടെ എന്ന്
ശ്രീരാമചന്ദ്ര പ്രഭു ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ചു. ശ്രീരാമ തൃപ്പാദങ്ങൾ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി സേതുബന്ധനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ അധ്യായം 3 സേതുബന്ധന ബലപരീക്ഷണത്തിലേക്ക്. ഇനി ആര് വരുന്നു? ആര് വരും? പറയൂ. ഈ കഥയിലേക്ക് കയറിയ ഒരാൾ വരും. ഇനിയുള്ള കഥയിലേക്ക് ആരായിരിക്കും? ക്ലൂ ഉണ്ടോ? ആര് വരും? സേതുബന്ധന ബലപരീക്ഷണത്തിലേക്ക് ഒരാൾ കടന്നു വരും. ശ്രീരാമചന്ദ്ര പ്രഭു ഒക്കെ പോയി വൈകുണ്ഠത്തിലേക്ക്. ശ്രീരാമസ്വാമി സേതുബന്ധനത്തിലേക്കും പോയി. അവിടെ വേറൊരാൾ കയറി വരും. ഒരു മാസ് എൻട്രി. ശത്രുഘ്നൻ. ആരാ പറഞ്ഞത്? ആരാ വരുന്നത്? ആര് വരും? ദിവ്യ പറയും. അറിയില്ല. സേതുബന്ധന ബലപരീക്ഷണത്തിലേക്ക് ഒരു മാസ് എൻട്രി ഉണ്ട്. ഒരു മാസ് എൻട്രി വരാൻ പോവാണ്. മാസ് എൻട്രി. ആരാ? സസ്പെൻസ്. ഭഗവാൻ വരും. ഒരു രക്ഷയില്ല. ഓക്കെ, മാസ് എൻട്രിയാണ് ഭഗവാന്റെ. യെസ്, ഭഗവാൻ തന്നെ വരും. അപ്പൊ ഇനി ആ ക്ലാസ് നാളെ എടുക്കാം അല്ലേ? ഇപ്പൊ എടുക്കണം. നാളെ എടുക്കാം. പോരെ? ദുര്യോധനാദികളുടെ നിർബന്ധപ്രകാരം, പേര് ശ്രദ്ധിക്കണം, ദുര്യോധനാദികളുടെ നിർബന്ധപ്രകാരം ശകുനിയുമായി ചൂതാടിയ യുധിഷ്ഠിരന് രാജ്യവും വിശിഷ്ട വസ്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ട കഥ നമ്മൾ എവിടെ കേട്ടു? നമ്മുടെ മഹാഭാരതത്തിൽ കേട്ടു. വനവാസം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ പാണ്ഡവന്മാർക്ക് അവരുടെ രാജ്യം മടക്കി കൊടുക്കുവാൻ ദുര്യോധനൻ സമ്മതിച്ചില്ല. കൃഷ്ണന്റെ ദൂത് പരാജയപ്പെട്ടപ്പോൾ ഭാരതയുദ്ധം, കുരുക്ഷേത്ര യുദ്ധം തുടങ്ങണമെന്ന തീരുമാനമായി. അപ്രകാരം ഒരു യുദ്ധം നടക്കുമ്പോൾ ദുര്യോധന പക്ഷക്കാരനായിരിക്കുന്ന, ദുര്യോധനന്റെ ഭാഗത്തിരിക്കുന്ന ഭീഷ്മർ, കൃപർ, ദ്രോണർ, കർണർ, അശ്വത്ഥാമാവ്, അങ്ങനെ ഇവരെല്ലാവരും എവിടെയാണ്? ദുര്യോധനന്റെ പക്ഷത്തിലാണ്. അവരെല്ലാവരും വില്ലാളി വീരന്മാരെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മഹാവീരന്മാരെ പരാജയപ്പെടുത്തണമെങ്കിൽ സൈന്യബലത്തെ പോലെ തന്നെ ദിവ്യാസ്ത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഇവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. തപസ് ചെയ്ത് പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി പാശുപതാസ്ത്രം നേടിയെടുക്കുന്നതിന് വില്ലാളി വീരനായിരിക്കുന്ന പാർത്ഥനെ യുധിഷ്ഠിരൻ നിയോഗിക്കുകയാണ്. അല്ലേ? ഇതൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ പഠിച്ചു. തപസ്സിനുള്ള തുടക്കമായി. അത് വേണ്ട, ഇപ്പൊ പറയുന്നു പ്രീതാ മാതാജി പറയാണ്. അങ്ങനെ പുണ്യസ്ഥലങ്ങൾ തോറും സഞ്ചരിച്ച് 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 മഹാദേവന്റെ ദർശനം നടത്തിയ വീരവിജയൻ സേതുബന്ധന സ്ഥലത്തുള്ള രാമൻ പണി കഴിപ്പിച്ച് എവിടെ എത്തി? ശ്രീരാമക്ഷേത്രത്തിലെത്തി. സേതുബന്ധനം തുടങ്ങുമ്പോൾ മണൽ കൊണ്ട് ഇങ്ങനെ ഒരു ശിവലിംഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ? മഹാദേവനോടല്ലേ പാശുപതാസ്ത്രം വാങ്ങിക്കാൻ പറ്റൂ? അർജുനന്, പാർത്ഥന്. അപ്പൊ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ പുണ്യമായ സ്ഥലം അന്വേഷിച്ച് നടക്കല്ലേ? അന്വേഷിച്ച് എവിടെ എത്തി? സേതുബന്ധനത്തിലുള്ള പരമേശ്വര ക്ഷേത്രത്തിലെത്തി. അവിടേക്ക് മുൻപേ ആര് പോയി? ഹനുമാൻ സ്വാമി പോയി. മനസ്സിലായോ? കണക്ഷൻ കിട്ടിയോ ഇപ്പം? അങ്ങനെ സമുദ്രത്തിൽ സ്നാനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഫൽഗുനൻ, അതായത് അർജുനൻ,
സേതുബന്ധനത്തെ ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കുകയാണ്. യുഗം കഴിഞ്ഞു, ഒരു യുഗം കഴിഞ്ഞു. ആ യുഗം മുഴുവൻ ഇങ്ങനെ ഹനുമാൻ സ്വാമി ഇരിക്കുകയാണ്. മനസ്സിലായില്ലേ? ദ്വാപര യുഗത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമൻ പോയിരിക്കുന്നത്. ക്ലിയർ? അങ്ങനെ നമ്മുടെ അർജുനൻ ഇങ്ങനെ സേതുബന്ധനം നോക്കുകയാണ് നിന്നിട്ട്. ലങ്കാപുരിയെ പ്രാപിക്കുന്നതിന് വാനരന്മാരാൽ കെട്ടിപ്പടുത്ത സേതുബന്ധനം കണ്ട് അർജുനൻ അങ്ങനെ അറിയാതെ ചിരിച്ചുപോയി. പാവം വാനരന്മാർ മഹാസമുദ്രത്തെ തരണം ചെയ്യുന്നതിന് പാറകളും വൻ വൃക്ഷങ്ങളും ചുമന്നുകൊണ്ട് വന്ന് സമുദ്രത്തിൽ പതിപ്പിച്ച് തങ്ങളുടെ സമയവും ശക്തിയൊക്കെ വെറുതെ പാഴാക്കി. അർജുനൻ ചിന്തിക്കുകയാണ്, വെറുതെ സമയം കളഞ്ഞു. വില്ലാളി വീരനായ ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ട് അസ്ത്രങ്ങൾ തൊടുത്തുവിട്ട് സമുദ്രത്തിൽ അണക്കെട്ട് നിർമ്മിച്ചില്ല? നമ്മളും അർജുനനെ പോലെ ചിന്തിച്ചില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഈ ശ്രീരാമചന്ദ്ര പ്രഭു ദിവ്യ അസ്ത്രങ്ങൾ കൊണ്ട് ഒരു അണക്കെട്ടുണ്ടാക്കിയില്ല? പാവം വാനരന്മാർ കുറെ പാറയും മണ്ണും കുറെ മരങ്ങളും എല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണി കഴിപ്പിച്ചു. ഈ വാനരന്മാരൊരു കാര്യം അർജുനൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ബാണങ്ങൾ പ്രയോഗിച്ചിരുന്നെങ്കിൽ എത്രയും വേഗം സേതുബന്ധനം നിർമ്മിക്കായിരുന്നല്ലോ. വാനരൻ ഒരുവൻ തന്നെ വീക്ഷിച്ചുകൊണ്ട് സേതുബന്ധനത്തിനരികിൽ ഇങ്ങനെ ആസനസ്ഥനായിരിക്കുന്നത് കണ്ട് വിജയൻ തൻ്റെ സംശയം അവനോട് ചോദിച്ചു. നോക്കുമ്പോൾ സേതുബന്ധനത്തിൻ്റെ അടുത്തുണ്ട് ഒരാൾ ഇങ്ങനെ അർജുനനെ നോക്കിയിരിക്കുന്നത്. കാരണം ഇത് സംരക്ഷിക്കാൻ ആരെ ഏൽപ്പിച്ചിരിക്കുകയാണ്? നമ്മുടെ ശ്രീരാമസ്വാമി ഹനുമാനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. സേതുബന്ധനം നീ സംരക്ഷിക്കൂ ഹനുമാനെ എന്നും പറഞ്ഞിട്ട്. ഈ ഹനുമാൻ അവിടെ ഇരുന്നിട്ട് അർജുനനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവൻ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ നേരമായിട്ട്. അപ്പൊ അർജുനൻ ആരെ കണ്ടു? ഹനുമാനെ കണ്ടു. അപ്പൊ അർജുനൻ ചോദിച്ചു, ഹേ വാനര, ശ്രീരാമൻ അസ്ത്രവിദ്യകളാൽ നിപുണനായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ബാണങ്ങൾ പ്രയോഗിച്ച് സമുദ്രത്തെ ബന്ധിക്കാതെ വാനരന്മാരെ ഉപയോഗിച്ച് ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ച് ഈ ഒരു മഞ്ചന കെട്ടിയത്? ശ്രീരാമൻ നന്നായി ഇതെല്ലാം ചെയ്യുന്ന അസ്ത്രവിദ്യകളെല്ലാം അറിയുന്ന ഒരാളല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടത് ഇതെല്ലാം പടുക്കാൻ വേണ്ടി? എന്തിനാ ഇതിൻ്റെ ആവശ്യം? അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, ഹേ വീര, വാനരന്മാരുടെ ശക്തിയെക്കുറിച്ച് വളരെ നിസ്സാരമായി സംസാരിക്കുന്നുവല്ലോ. അസ്ത്രങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പാലത്തിന് ഇത്രയധികം ശക്തി ഉണ്ടാവുമോ? ഹോ, സാധാരണക്കാരനായ എൻ്റെ ഭാരം പോലും താങ്ങാനുള്ള ബലം അതിന് കാണില്ല. ഹനുമാൻ സ്വാമി പറയണേ, വെറും സാധാരണക്കാരനായ എൻ്റെ ബലം പോലും എൻ്റെ ശക്തി പോലും ആ ബാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാലത്തിന് താങ്ങാൻ പറ്റൂ? എന്തൊരു വിഡ്ഢിത്തരമായി പറയുന്നത്. അപ്രകാരമുള്ള സേതുബന്ധനത്തിൽ കൂടി അനേക കോടി ശക്തരായിരിക്കുന്ന വാനര വീരന്മാർ എപ്രകാരം ലങ്കാപുരിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന നീ ഈ പറയുന്നത്? അപ്പൊ അർജുനൻ പറഞ്ഞു, അസ്ത്രങ്ങളുടെ അപാരമായ ശക്തി മർക്കടനാകുന്ന നിനക്ക് മനസ്സിലാകില്ല കൊരങ്ങേ. അർജുനൻ പറയാണ്, അസ്ത്രങ്ങളുടെ ശക്തി നിനക്ക് മനസ്സിലാവില്ല കൊരങ്ങേ. ശരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പാലത്തിൽ മഹാപർവ്വതം കയറ്റി വെച്ചാൽ പോലും അതിനൊരു കുലുക്കം ഉണ്ടാവില്ല. വാനരവീരന്മാരുടെ കഠിനമായ അധ്വാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സേതുബന്ധനത്തെക്കുറിച്ച് സാധാരണക്കാരായ മനുഷ്യൻ സംസാരിക്കുന്നത് ആഞ്ജനേയന് സഹിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. അധ്വാനശേഷിയുടെ മഹത്വത്തെക്കുറിച്ച് നിസാരമായി സംസാരിക്കുന്ന അവനോട് ദേഷ്യം വന്നു. ആർക്ക്? ആഞ്ജനേയ സ്വാമിക്ക്. ഇവൻ വാനരന്മാരെയും പുച്ഛിച്ചു പറയുന്നു, എൻ്റെ രാമദേവനെയും പുച്ഛിച്ചു പറയുന്നു, സേതുബന്ധനത്തെയും പുച്ഛിച്ചു പറയുന്നു. ഇവന് തക്കതായ മറുപടി കൊടുക്കണം. ആര് കരുതി? ഹനുമാൻ സ്വാമി കരുതി. ഹനുമാൻ പറഞ്ഞു, ഹേ വീര, നിന്റെ കഴിവുകളിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അസ്ത്രങ്ങൾ കൊണ്ട് പാലം നിർമ്മിക്കൂ. നീ അതിൽ കയറി ഞാൻ നിൽക്കുമ്പോൾ അതൊടിഞ്ഞു നുറുങ്ങിയില്ലെങ്കിൽ നിന്റെ കഴിവുകൾ ഞാൻ അംഗീകരിക്കാം. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു? ബാണങ്ങൾ അങ്ങ് തൊടുത്തുവിടാൻ തുടങ്ങി. നിർമ്മിക്കുന്ന ബന്ധനം നിന്റെ ഭാരം താങ്ങുമെങ്കിൽ എന്താ പന്തയമായി നിശ്ചയിക്കുന്നത്? ഞാൻ എൻ്റെ ബാണങ്ങൾ തൊടുത്തുവിട്ട് ഒരു പാലം നിർമ്മിക്കാം. അത് നിന്റെ ഭാരം താങ്ങുകയാണെങ്കിൽ നീ എന്താ പന്തയം വെക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, നീ പറയുന്നത് പോലെ എൻ്റെ ഭാരം അസ്ത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ പാലം താങ്ങുമെങ്കിൽ ഞാൻ നിന്റെ അടിമയായിക്കോളാന്ന് പറഞ്ഞു. എന്താ കഥ? രണ്ടാളും വെച്ചുവെച്ചു. ഹനുമാൻ സ്വാമി പറയാണ്, ശരി എന്നാ നീ പാലം നിർമ്മിക്കുക. അതിൽ കയറി ഞാൻ നിൽക്കുവാണെങ്കിൽ ആ പാലം എൻ്റെ ഭാരം താങ്ങുമെങ്കിൽ ഞാൻ നിന്റെ അടിമയായി നിന്നോളാം. അതെല്ലാം മറിച്ചാണെങ്കിൽ നീ എൻ്റെ അടിമയായിരിക്കണം എന്ന് പറഞ്ഞു. ആഞ്ജനേയന്റെ വ്യവസ്ഥകളെല്ലാം പാർത്ഥൻ അംഗീകരിച്ച് ചാപം കുലച്ചു. ഞാൻ മുറുക്കി ഒന്നിനു പുറകെ ഒന്നായി ബാണങ്ങൾ അങ്ങ് തൊടുത്തുവിട്ടു. ഒരസ്ത്രത്തെ മറ്റൊരസ്ത്രം ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കുറച്ച് സമയം കൊണ്ട് തന്നെ പാലം പൂർത്തിയായി.
താൻ നിർമ്മിച്ച അസ്ത്രപാലം അഹങ്കാരത്തോടുകൂടി വിജയൻ, നമ്മുടെ പാർത്ഥൻ നോക്കി, അർജുനൻ നോക്കിയിട്ട് ആഞ്ജനേയനോട് പറഞ്ഞു, ഹേ വാനര, ബാണങ്ങൾ തൊടുത്തുവിട്ട് ഞാൻ ശക്തമായ പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നിന്റെ ശക്തിയോ ഭാരമോ വിദ്യയോ എന്താണെന്ന് വെച്ചാൽ നീ അതിൽ പോയി കാണിക്കേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പാലത്തിൻ്റെ അടുത്തെത്തിയ ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്ത്, സർവശക്തനായിരിക്കുന്ന രാമനെ ഹൃദയത്തിൽ അങ്ങ് ധ്യാനിച്ചുകൊണ്ട് അതിൽ ചാടിക്കയറി 2-3 കാൽപ്പാടുകൾ അങ്ങ് നടന്നു. അടുത്ത ക്ഷണത്തിൽ മഹാശക്തനായ ആഞ്ജനേയ സ്വാമിയുടെ ഭാരം താങ്ങാൻ പറ്റാതെ അർജുനന്റെ അസ്ത്രപാലം ഒടിഞ്ഞു നുറുകി സമുദ്രത്തിലേക്ക് പോയി. ഹനുമാൻ സ്വാമി 2 ചാട്ടവും തുള്ളലും ചിരിയും അട്ടഹാസവും ഒക്കെ നടത്തിയിട്ട് ഹനുമാൻ സ്വാമി പറഞ്ഞു, വീരാ, ഇപ്പോ എന്ത് പറയുന്നു വീരാ, നിന്റെ പാലം പൊളിഞ്ഞു വീരാ. വാനരന്മാരുടെ ശക്തി നിസ്സാരമാണെന്നല്ലേ, തൻ്റെ ശക്തി അപാരമാണെന്ന് അല്പം മുമ്പ് നീ വലിയ പ്രസംഗം നടത്തിയല്ലോ. നിന്റെ മനക്കോട്ടകളെല്ലാം ഇടിഞ്ഞു തകർന്ന് തരിപ്പണായതുപോലെ നീ വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച അസ്ത്രപാലവും ഒടിഞ്ഞു തകർന്ന് സമുദ്രത്തിൽ പോയി എന്ന് പറഞ്ഞു. ആഞ്ജനേയ സ്വാമി അങ്ങ് ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചാടിത്തുള്ളി ജയ് സീതാറാം, ജയ് സീതാറാം എന്നും പറഞ്ഞ് ആർത്തട്ടഹസിക്കാൻ തുടങ്ങി. അയ്യോ, അർജുനനാണെങ്കിലോ, അർജുനൻ തോറ്റുപോയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അന്താളിച്ചു നിൽക്കുക. പരാജയം എന്താണെന്ന് ഇതുവരെ അറിയാത്ത നമ്മുടെ അർജുനൻ ഒരു നിസാരമായിരിക്കുന്ന കുരങ്ങനോടാണല്ലോ തോറ്റുപോയത്. ഇനി ഞാൻ അവൻ്റെ അടിമയെ പോലെ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അർജുനൻ എന്ത് ചെയ്തു, അവിടെ കിടന്ന് നമ്മുടെ ആഞ്ജനേയ സ്വാമി ജയ് സീതാറാം, ജയ് സീതാറാം, ജയ് സീതാറാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ പാർത്ഥൻ അർജുനൻ എന്ത് ചെയ്തു, കൃഷ്ണ 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 എന്ന് അർജുനനും വിളിക്കാൻ തുടങ്ങി. 2 പേരും കൃഷ്ണനെ തന്നെ, 2 പേരും 2 നാമത്തിൽ രാമനെയും കൃഷ്ണനെയും വിളിച്ചു. ഉടനെ അർജുനൻ പറയണ, കേശവ ആശ്രിത വത്സല, അവിടെ നീയുള്ളവനെ കൈവടിഞ്ഞോ? കേശവ ഭഗവാനെ ദയാസിന്ധോ, നിസാരനായ ഒരു മർക്കടന്റെ, ഒരു കൊരങ്ങന്റെ, ഒരു വാനരന്റെ മുന്നിൽ അടിയൻ തോറ്റുപോയി കൃഷ്ണ, മാധവ രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. കൃഷ്ണൻ എന്ത് ചെയ്തു, ഒരു വിപ്രന്റെ വേഷം ധരിച്ചു. വേഷം ധരിച്ചിട്ട് സമുദ്രജലത്തിൽ അങ്ങ് കുളിച്ച് നെറുകയിലൂടെ കുടുമയുടെ അറ്റം ബന്ധിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. വിപ്രൻ വന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്, മഹായോദ്ധാവേ, എന്ത് സംഭവിച്ചു, എന്തിനാ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ ഒന്നും അറിയാത്ത പോലെയാണല്ലോ കൃഷ്ണൻ ചോദിക്കുന്നത്. നടന്ന സംഭവങ്ങളെല്ലാം പാർത്ഥൻ വിസ്തരിക്കാൻ തുടങ്ങി. ആ ബ്രാഹ്മണനോട് പറയാൻ തുടങ്ങി. ബ്രാഹ്മണന്റെ രൂപത്തിലാണ് നമ്മുടെ കൃഷ്ണൻ വന്നിരിക്കുന്നത്. അർജുനൻ ഇതെല്ലാം കേട്ട ശേഷം ബ്രാഹ്മണൻ പറഞ്ഞു, മത്സരം നടക്കുമ്പോൾ മധ്യസ്ഥനില്ലാതെ ജയാപരാജയങ്ങൾ ഉണ്ടാവുന്നത് അത്ര ഉചിതമല്ല. നിങ്ങൾ 2 പേരും മത്സരിക്കുമ്പം നടുക്കൊരാൾ വേണം. അങ്ങനെ ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പന്തയം എന്തു തന്നെയായാലും 3ാമനെ സാക്ഷിയായി മത്സരം ആരംഭിക്കണം എന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. മത്സരിക്കുന്നവർ തന്നെ തോൽവിയും വിജയവും നിശ്ചയിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്നെ മധ്യസ്ഥനായി നിയോഗിച്ച് നിങ്ങൾ മത്സരം എന്താണെന്ന് വെച്ചാൽ ആരംഭിച്ചോ എന്ന് പറഞ്ഞു. തന്ത്രശാലിയായ ബ്രാഹ്മണൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മധ്യസ്ഥനായി നിർത്തി വീണ്ടും മത്സരം തുടങ്ങാമെന്ന് പറഞ്ഞു. അതുവരെയും വിജനമായിരുന്ന ആ സമുദ്രതീരത്ത് പെട്ടെന്നൊരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആഞ്ജനേയനും അർജുനനും ഒരുപോലെ അന്താളിച്ചു പോയി. ഇത് എവിടെ നിന്ന് വന്നു പെട്ടെന്നൊരു ബ്രാഹ്മണൻ എന്നങ്ങ് ചിന്തിച്ചു. അതുകൊണ്ട് 2 പേരും ആ ഒരു ബ്രാഹ്മണന്റെ മധ്യസ്ഥതയിൽ തന്നെ മത്സരം നടത്താമെന്ന് തീരുമാനിച്ചു. താനാണ് ആദ്യ വിജയം നേടുന്നതെങ്കിൽ ശ്രീരാമദേവന്റെ അത്ഭുത കാരുണ്യത്താലും തൻ്റെ ഗാത്രബലത്തിലും ദൃഢമായ വിശ്വാസമുള്ള ആഞ്ജനേയൻ തന്നോട് മത്സരിക്കുന്നവൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും അസ്ത്രബന്ധനം നിർമ്മിച്ചാലും അപ്പോഴെല്ലാം അവ തകർത്ത് തരിപ്പണമാക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. 2 പേരും അങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. ഗാണ്ഡീവം വലിച്ചു കുലച്ച വീര വിജയൻ, അതായത് അർജുനൻ, ബാണവർഷം അങ്ങ് പൊഴിച്ചു. അമ്പുകൾ കൊണ്ട് പാലം വീണ്ടും നിർമ്മിച്ചു. ആ ബ്രാഹ്മണനെ വീക്ഷിച്ച് ഇപ്രകാരം പറഞ്ഞു അർജുനൻ. ബ്രാഹ്മണനെ നോക്കിയിട്ട് അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അസ്ത്രം കൊണ്ട് ഞാൻ പാലം നിർമ്മിച്ചിട്ടുണ്ട്. ആ വാനരനോട് ഇപ്പം അതിൽ കയറി ബലപരീക്ഷണം നടത്താൻ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണൻ പറയാണ്, വാനര, നിന്റെ അഭിപ്രായം എന്താണ്? എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നിന്റെ ബലം കാണിക്കൂ, ഞാനത് കണ്ടൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ഹനുമാനെ പ്രോത്സാഹിപ്പിച്ചു കേട്ടോ. ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി വീണ്ടും അസ്ത്രത്തിൻ്റെ പാലത്തിലേക്ക് ചാടിക്കയറി. പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു നോക്കി. പാലം അനങ്ങുന്നില്ല, ഞെരിഞ്ഞില്ല, ഒടിഞ്ഞു തകർന്നില്ല.
ഹനുമാൻ ആകെ പതറാൻ തുടങ്ങി, അന്താളിച്ചു. നേരത്തെ പൊട്ടിയ പാലം ഇപ്പം പൊട്ടുന്നില്ലല്ലോ. 2-3 ചുവടുകളും കൂടെ ചാടി നോക്കി പാവം, ആ വാലൊക്കെ ചുരുട്ടി വെച്ചിട്ട്. പിന്നോട്ട് നോക്കും, മുന്നോട്ട് നോക്കും, താഴോട്ട് നോക്കും, പാൽ അനങ്ങുന്നില്ല. അപ്പോൾ എന്താ അതിന് കാരണം? എത്ര ആലോചിച്ചിട്ടും ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുന്നില്ല. ഹനുമാൻ ഉടനെ ഹനുമാന്റെ ഭാരം കുറച്ചൊരു 10 ഇരട്ടിയായിട്ട് അങ്ങ് വർദ്ധിപ്പിച്ചു. എന്നിട്ട് വീണ്ടും അങ്ങ് ചാടി നോക്കി, തലകുത്തി മറിഞ്ഞു നോക്കി. അസ്ത്രപാലത്തിന് ഒന്നും സംഭവിക്കുന്നില്ല. ഓ, ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ അർജുനൻ ചാടി തുള്ളാൻ തുടങ്ങി. പാലം പൊളിഞ്ഞില്ല, പാലം പൊളിഞ്ഞില്ല, മറക്കടാ നോക്കടാ, പാലം പൊളിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്. വാനര എന്താ സ്തംഭിച്ചു നിൽക്കുന്നത്? പാവം ചാടിയും തലകുത്തി മറിഞ്ഞിട്ടും പാലം ഒടിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എങ്കിൽ ആ അസ്ത്രപാലത്തിൽ കൂടി അവിടേക്ക് ഇവിടേക്ക് ഒന്ന് ഓടി നോക്കി, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് വിരോധമൊന്നുമില്ല, ഓടി നോക്കാൻ പറഞ്ഞു. നിസാരനായ ഒരു മനുഷ്യനോടാണല്ലോ താൻ തോൽക്കേണ്ടി വന്നതെന്ന് ഓർത്തിട്ട് ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര ദേഷ്യം വന്നു. തൻ്റെ ശക്തി മുഴുവൻ എടുത്ത് മാരുതി എന്ത് ചെയ്തു? വീണ്ടും ആ പാലത്തിൽ തലകുത്തി മറിയാൻ തുടങ്ങി. എന്നിട്ടും അസ്ത്രപാലം അനങ്ങുന്നില്ല, അതിനൊരു കേടും സംഭവിക്കുന്നില്ല. ഹനുമാൻ സ്വാമി പേടിക്കാൻ തുടങ്ങി, പരിഭ്രമിച്ചു ഹനുമാൻ സ്വാമി. ഇതിലെന്തോ മായയുണ്ട്, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി. അപമാനം കൊണ്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? കൈകൾ കൂപ്പി നിന്ന് ജയ് സീതാറാം, ജയ് സീതാറാം എന്ന് ജപിക്കാൻ തുടങ്ങി. അവരുടെ 2 പേരുടെയും ഇടയിൽ മധ്യസ്ഥനായി നിന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. കൃഷ്ണന്റെ സ്വഭാവമാണല്ലോ എസ്കേപ്പ്. 2 ആൾക്കിടയിൽ നിന്ന് ബ്രാഹ്മണൻ എസ്കേപ്പായി. അടുത്ത ക്ഷണത്തിൽ വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാൻ ദർശനം നൽകി. എന്നിട്ട് ഭക്തിയോടുകൂടി ആഞ്ജനേയ സ്വാമി കൃഷ്ണനെ വന്ദിച്ചു. ആ സമയത്ത് ഇവർ 2 പേരും നോക്കുമ്പം ആരെ കാണുന്നില്ല? ആ ഒരു ബ്രാഹ്മണനെ കാണുന്നില്ല. എവിടെ പോയി എന്നറിയാതെ ആകെ മൊത്തം ഇവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം. ഇവരെവിടെ പോയി? ഈ പാലമാണെങ്കിൽ ഒടിയുന്നും ഇല്ലല്ലോ, എന്താ കാര്യം? എവിടെ പോയി ഈ പാലത്തിൻ്റെ ശക്തിയൊക്കെ എന്നിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഇവിടെ ആര് വരുന്നത്? കൃഷ്ണൻ വരുന്നത്. കൃഷ്ണനാണെങ്കിലോ പണി വാളുന്ന് കണ്ടതും നേരെ എസ്കേപ്പാണ്. അപ്പം കാരണം വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ 2 ഭക്തരാണ്, 2 പേരും. ആഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയുടെ അങ്ങേ തലക്കിലുള്ള ഭക്തനാണ്, ഒരു രക്ഷയില്ല. എന്നാൽ നമ്മുടെ അർജുനൻ എന്ന് പറഞ്ഞാലോ കൃഷ്ണനെ സുഹൃത്തായും എന്താ പറയുക സഹോദരനായും എല്ലാം അങ്ങ് ഹൃദയത്തിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര്? അർജുനൻ. അപ്പോൾ ഇവർക്ക് 2 പേരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷയില്ലെന്ന് ആർക്കും മനസ്സിലായി. കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ നോർമലി കാണിക്കുന്ന അതേ രൂപം കാണിച്ച് എസ്കേപ്പായി. പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ആര് വന്നു? കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടപ്പം നേരെ ആഞ്ജനേയ സ്വാമി പോയിട്ട് കൃഷ്ണനെ അങ്ങ് വന്ദിച്ചു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ആഞ്ജനേയ, നീ പരാജയപ്പെട്ടെന്നോ നിന്റെ ശക്തി ക്ഷയിച്ചു പോയെന്നോ തെറ്റിദ്ധരിച്ച് നീ ദുഃഖിക്കരുത്. നിന്റെ സേവനം നമുക്ക് ആവശ്യമായതുകൊണ്ട് ഇപ്രകാരം ഒരു മായാ നാടകം ഞാൻ നടത്തിയതാണ്. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, പ്രഭോ, കൃഷ്ണൻ വരാതിരിക്കില്ലല്ലോ, കൃഷ്ണൻ വരുമല്ലോ.
അപ്പോൾ നമ്മുടെ കൃഷ്ണൻ വന്നിട്ട് പറഞ്ഞു, ആഞ്ജനേയ, നീ പരാജയപ്പെട്ടെന്നോ നിന്റെ ശക്തി ക്ഷയിച്ചു പോയെന്നോ കരുതിയിട്ട് നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ച് ദുഃഖിക്കരുത്. നിന്റെ സേവനം നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് ഇപ്രകാരം ഒരു നാടകം നാം നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമി ചോദിച്ചു, പ്രഭു, അടിയൻ എന്തു സഹായമാണ് ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞാലും അരുളി ചെയ്താലും. അപ്പം കൃഷ്ണൻ പറയാണ്, മാരുതപുത്ര, സമീപ ഭാവിയിൽ കുരുക്ഷേത്രാങ്കണത്തിൽ വെച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നതാണ്. അപ്പോൾ പാണ്ഡവന്മാരെ സഹായിച്ചു കൊള്ളാമെന്നും പാർത്ഥസാരഥിയായി പ്രവർത്തിച്ചു കൊള്ളാമെന്നും നാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിന്നോട് മത്സരിച്ച ഈ വീരൻ ആരാണെന്ന് നിനക്കറിയണ്ടേ? പാണ്ഡവ സഹോദരന്മാരിൽ നടുവനായ അർജുനനാണിവൻ. യുദ്ധകാലത്ത് പാർത്ഥന്റെ രഥത്തിലെ കൊടിച്ചിഹ്നമായി വിളങ്ങി നിന്ന് പാണ്ഡവ പക്ഷത്തിന് നീ വിജയം നേടിക്കൊടുക്കേണ്ടതാണ്. നിങ്ങളെ ഇരുവരെയും പരിചയപ്പെടുത്തുന്നതിനും മൈത്രി ബന്ധം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നാടകം മാത്രമായിരുന്നു ഇത്. ഹരേ കൃഷ്ണ. അങ്ങനെയാണ് അളിയൻ കൊടിയിൽ കയറിയിരുന്നത്. കണക്ഷൻ കിട്ടിയോ? അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, പ്രഭു, അവിടുത്തെ കൽപ്പന ശിരസാ വഹിക്കുവാൻ അടിയൻ കാത്തു നിൽക്കുന്നതാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിച്ചുണർത്തിച്ച മാരുതി അർജുനനെ സമീപിച്ച് നന്നായി സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അർജുന, നീ ആരാണെന്നോ എന്തിനായിട്ട് വന്നുവെന്നോ അന്വേഷിക്കാതെ മത്സരത്തിന് വന്ന ബുദ്ധിഹീനനായി ഞാൻ പ്രവർത്തിച്ചു പോയി. നമ്മുടെ പന്തയം വെച്ചതുപോലെ ദുര്യോധനാദികളുമായി നിങ്ങൾ യുദ്ധം ചെയ്യുന്ന കാലത്ത് നിന്റെ രഥത്തിൽ കൊടിച്ചിഹ്നമായിരുന്ന് നിന്നെയും പാണ്ഡവപക്ഷത്തെയും നാം സഹായിക്കുന്നതാണ്. നാം ഇതുപോലെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൊടിച്ചിഹ്നത്തിൽ കയറിയിരുന്ന നിമിഷം തന്നെ ശ്രീരാമചന്ദ്ര പ്രഭു രാവണനെ വധിച്ചിട്ടുണ്ട്. പാണ്ഡവ ദുര്യോധനനും കൗരവന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വാമി പറഞ്ഞതുപോലെ നാം നിന്റെ കൊടിച്ചിഹ്നത്തിലുണ്ടാവും. അപ്പൊ അർജുനൻ പറഞ്ഞു, ആഞ്ജനേയ, അറിയാതെ ചെയ്തു പോയ അപരാധത്തിന് ഈ എളിയവനോടും ക്ഷമിക്കണേ. അങ്ങയുടെ മഹിമകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ സാധിക്കാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനന്റെ വിശാല മനസ്കതയിൽ സന്തോഷത്തോടുകൂടി രണ്ടുപേരും എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഹാപ്പി? എങ്ങനെയുണ്ട് സേതുബന്ധനത്തിൽ കൃഷ്ണന്റെ എൻട്രി? മാസ് എൻട്രി. എങ്ങനെയാണ് ഹനുമാൻ സ്വാമി കൊടിച്ചിഹ്നമായി, അർജുനന്റെ കൊടിച്ചിഹ്നമായി മാറിയത്? അപ്പം മുമ്പിലിരുന്നത് ആരാ? കൃഷ്ണൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ഇത് മാത്രല്ല, ഹനുമാനും ഭീമസേനനും തമ്മിലൊരു ബന്ധമുണ്ട്. അതറിയാമോ? ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ഇഷ്ടപ്പെട്ടോ ഇല്ലേ? ഇഷ്ടപ്പെട്ടു? കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റിയോ? ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചോ? കൊള്ളാം. ഇപ്പൊ കുറെ കണക്ഷൻസ് കിട്ടുന്നുണ്ടല്ലേ? राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम, राम राम जय राजा राम, राम राम जय सीताराम. അതുകൂടി പറയുന്നു. ഓക്കെ, അതുകൂടി പറഞ്ഞുതരാം. ദിവ്യ മാതാജിക്ക് അയോധ്യ പോകണമെന്ന്. ആഹാ. അങ്ങനെ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ചിട്ട് തപസ് ചെയ്ത് പാശുപതാസ്ത്രമൊക്കെ നേടാൻ വേണ്ടി അർജുനൻ എവിടേക്കാ പോകുന്നത്? ഇന്ദ്രനീലിമയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ദ്രനീലമലയിലേക്ക് പാശുപതാസ്ത്രം നേടാൻ വേണ്ടി. അതല്ലേ, മറന്നു പോകട്ടെ, നമ്മളൊരിക്കൽ കേട്ടാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ പരമേശ്വരനെ ധ്യാനിച്ച് തപസ് ചെയ്ത് പാശുപതാസ്ത്രം നേടാൻ അർജുനൻ പോകുന്നത് ഇന്ദ്രനീലമലയിലേക്കാണ്. ഓക്കെ. പുണ്യസ്ഥലങ്ങൾ തോറും സഞ്ചരിച്ച് ഈശ്വരാരാധനയിലെല്ലാം ഭക്തിയെല്ലാം കൂട്ടി ദർശനത്തിൽ കൂടി മനോധൈര്യമൊക്കെ ശക്തിയൊക്കെ കിട്ടാൻ വേണ്ടി പാണ്ഡവന്മാരും ദേശസഞ്ചാരത്തിന് പുറപ്പെട്ടു.
അങ്ങനെ ഒരിക്കൽ ഭീമസേനൻ ഇങ്ങനെ പാഞ്ചാലിയും ഒത്തിങ്ങനെ തനിച്ചിരിക്കുമ്പോൾ നല്ല ഒരു സുഗന്ധമായ ഒരു പുഷ്പം ഇങ്ങനെ കാറ്റിലൂടെ പറന്നു വന്ന് ദ്രൗപദീ ദേവിയുടെ മടിത്തട്ടിൽ പതിച്ചു. പുഷ്പത്തിൻ്റെ ആ രൂപഭംഗിയും സുഗന്ധവും ഒക്കെ പാഞ്ചാലപുത്രിയുടെ മനസ്സിനെ അങ്ങ് ആഗ്രഹിച്ചു. വളരെയധികം മനസ്സിങ്ങനെ സന്തോഷിച്ചു ആ പൂ കിട്ടിയപ്പം. ആ പുഷ്പങ്ങളിൽ ചിലവ ലഭിച്ചിരുന്നു. കുറച്ച് പുഷ്പങ്ങളും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പാഞ്ചാലി ആഗ്രഹിച്ചു. അപ്പോൾ വാസന മലരിൻ്റെ ഗുണവിശേഷങ്ങൾ ഭീമസേനനോട്, ആ ഒരു പൂവിൻ്റെ ഭംഗിയും മണവും എല്ലാം കൂടി കണ്ട് ഭീമസേനനോട് പാഞ്ചാലി അങ്ങ് അതേക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. വർണ്ണിച്ചു പറഞ്ഞ ദ്രൗപദി എന്ത് ചെയ്ത് ഭീമസേനനോട് പറഞ്ഞു, എന്താണ്, ആത്മപ്രിയതമ, മനോഹരമായിരിക്കുന്ന ഈ വിശിഷ്ട പുഷ്പത്തിൻ്റെ സുഗന്ധം ഒന്ന് ആസ്വദിച്ചു നോക്കിക്കേ. ഈ പൂവിൽ നിന്ന് കുറച്ചും കൂടി ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് സന്തോഷിക്കുമായിരുന്നു. ധീരനായ അങ്ങ് വിചാരിച്ചാൽ ഇവ വിരിയുന്ന ചെടി പോലും നേടിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഭാര്യയുടെ പ്രിയതമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭീമസേനൻ അവളോട് പറഞ്ഞു, ദ്രൗപദി, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നതാണ്. ഈ വിശിഷ്ട പുഷ്പം എവിടെയുണ്ടെങ്കിലും തേടിക്കൊണ്ടുവന്ന് നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. ഇങ്ങനെ തൻ്റെ പ്രിയതമയെ എടുത്ത് പാഞ്ചാലിയെ എടുത്ത് സമാധാനിപ്പിച്ച് വൃഗോദരൻ എന്ത് ചെയ്തു, തൻ്റെ ഗദയും എടുത്തുകൊണ്ട് പുഷ്പം തേടി യാത്ര പോയി. കാറ്റിൽ കലർന്നിരുന്ന ആ സുഗന്ധം ഇങ്ങനെ ആ ഒരു മണം ആസ്വദിച്ച് പുഷ്പങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഭീമസേനൻ ഉത്തര ദിക്കിലേക്ക് യാത്ര തിരിച്ചു. സഹോദരനായിരിക്കുന്ന ഭീമസേനൻ കല്യാണ സൗഗന്ധിക പൂമനുഷ്യയെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട വിവരം ജ്ഞാനദൃഷ്ടിയിൽ കൂടി ആര് മനസ്സിലാക്കി? നമ്മുടെ ഹനുമാൻ സ്വാമി മനസ്സിലാക്കി. എന്താണ്? സഹോദരനായ ഭീമസേനൻ കല്യാണ സൗഗന്ധികവും അന്വേഷിച്ചുകൊണ്ട് യാത്ര പോയ വിവരം ജ്ഞാനദൃഷ്ടിയിൽ കൂടി ആര് മനസ്സിലാക്കി? ഭീമസേനൻ മനസ്സിലാക്കി. ഹനുമാൻ സ്വാമി അവനെ സഹായിക്കാൻ വേണ്ടി, ഭീമനെ സഹായിക്കാൻ വേണ്ടി ഹിമവത് താഴ്വരയിലേക്ക് യാത്ര തിരിച്ചു. കല്യാണ സൗഗന്ധിക പുഷ്പവും തിരഞ്ഞ്, ഇതൊന്ന് ചൂടാക്കിയതാണ്, കല്യാണ സൗഗന്ധിക പുഷ്പവും തിരഞ്ഞ് സഞ്ചരിക്കുന്ന ഭീമസേനന്റെ വഴിയിലൂടെ മധ്യത്തിൽ വൃദ്ധന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ഹനുമാൻ സ്വാമി അവശനായി അങ്ങനെ കിടന്നു. ഹനുമാൻ സ്വാമി കുഴപ്പമില്ല അനിൽകുമാർ, ഹനുമാൻ സ്വാമി ഒരു വൃദ്ധന്റെ രൂപം ധരിച്ച് കല്യാണ സൗഗന്ധികം അന്വേഷിച്ച് നടന്ന ഭീമസേനന്റെ വഴിയിൽ അവിടെ വന്ന് കിടന്നു. തനിക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മരഞ്ചാടി മർക്കടൻ ഇങ്ങനെ വഴി കിടക്കുന്നത് കണ്ടപ്പോൾ ഭീമസേനൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വഴിയിൽ വാലും നീട്ടിയിട്ട് കണ്ണും പൂട്ടി അവശനായി ഇങ്ങനെ കിടക്കുന്ന ഈ വൃദ്ധ കുരങ്ങനെ കണ്ടപ്പോൾ ആർക്ക് ദേഷ്യം വന്നു? ഭീമസേനന് ദേഷ്യം വന്നു. ഭീമസേനൻ പറഞ്ഞു, ഈട വൃദ്ധ മർക്കടമേ, നമ്മുടെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കിടക്കുന്ന നീ മൂഢനായ ഒരു മൂളിക്കുരങ്ങൻ തന്നെയടാ, വഴിയിൽ നിന്ന് മാറിക്കിടക്കണം, നമുക്ക് പോകാൻ സമയമില്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. ഹനുമാൻ ചോദിച്ചു, ആരാണ് നീ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, കേൾവി ശക്തി കുറവാണ്, ഉച്ചത്തിൽ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കുറച്ചെങ്കിലും കേൾക്കൂ എന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ ഭീമസേനൻ പറഞ്ഞു, നിന്റെ ലാങ്കൂലം എന്ന് പറഞ്ഞാൽ വാല്, നിന്റെ വാല് എനിക്ക് മാർഗതടസ്സമായിരിക്കുകയാണ്, അതും ചുരുട്ടി എടുത്തുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാനാണ് ഞാൻ പറഞ്ഞത്. ബധിരനായ വാനരൻ കേൾക്കട്ടെ എന്ന് കരുതിക്കൊണ്ട്, ചെവി കേൾക്കാത്ത വാനരൻ കേൾക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് കുറച്ചും കൂടെ ഉച്ചത്തിലാണ് ഭീമസേനൻ പറഞ്ഞത്. ഭീമസേനൻ പറഞ്ഞത് കുറച്ച് കേട്ട പോലെ ഹനുമാൻ സ്വാമി ഉത്തരം നൽകി, ഓ, വഴിയിൽ നമ്മുടെ വാല് നീണ്ടു കിടക്കുന്നുവെന്നോ? വയസ്സും പ്രായമൊക്കെ ആയെന്ന് കരുതി വാല് മുറിച്ചിപ്പോൾ ദൂരെ കളയാൻ പറ്റൂ? എഴുന്നേൽക്കുവാൻ പോലും ശേഷിയില്ലാതെ അവശനായി കിടക്കുന്ന ഞാൻ മാറിത്തരുന്നതിലും ഭേദം ശക്തിയുള്ള നീ വേറൊരു വഴിക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. ഹേ വാനര, നിന്നോട് വാദിച്ചു നിൽക്കാൻ നമുക്ക് സമയമില്ല. വീരന്മാർ പ്രാണികളെ മറികടന്ന് യാത്ര ചെയ്യില്ല. നീ എൻ്റെ മുമ്പിൽ വെറും ഒരു പ്രാണിയാണ്. തടസ്സമാവുമല്ലോ എന്ന് കരുതി പിന്തിരിഞ്ഞ് വഴിമാറി പോകാനും എനിക്ക് പറ്റില്ല. ദേഷ്യം വന്നു ഭീമന്. വാനരന്റെ പെരുമാറ്റം ഭീമസേനന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഹനുമാൻ പറഞ്ഞു, ഓഹോ, നീ വീരനാണെന്ന് നീ സ്വയം അഭിമാനിക്കുന്നുവല്ലേ? എങ്കിൽ നീ ആരാണെന്നും ഇതിനു മുൻപിൽ
ഇതിനു മുൻപേ നീ എന്തെല്ലാം വീരസാഹസിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയൂ, ഞാൻ കേൾക്കട്ടെ. എഴുന്നേക്കാൻ പോലും ശേഷിയില്ലാതെ അവശനായി കിടക്കുന്ന ഈ ഉള്ളവന് നിന്റെ വീരകഥകൾ ശ്രവിക്കുവാൻ അല്പമെങ്കിലും ആശ്വാസവും പ്രചോദനവും ഒക്കെ ആവുമല്ലോ. വാനരന്റെ വാക്കുകൾ കേട്ടപ്പം ഭീമസേനന് കുറച്ചും കൂടെ ദേഷ്യം വന്നു. ഭീമൻ പറഞ്ഞു, ഹേ കൊരങ്ങേ, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സമയം പാഴാക്കാതെ മര്യാദയ്ക്ക് എഴുന്നേറ്റ് വഴി മാറി തരുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാത്ത പക്ഷം പാദത്തിന്റെ പെരുവിരൽ കൊണ്ട് ഞാൻ നിന്നെ തോണ്ടി എറിഞ്ഞു കളയും. അപ്രകാരം നമ്മൾ ചെയ്താൽ പല മലകളും നദികളും കടന്ന് അനേകം ദൂരത്തിൽ പോയി നീ വീഴും. അവിടെ കിടന്ന് നീ മരിക്കും. അവശനായ നിന്നെ വധിച്ചെന്നുള്ള അപവാദവും പാപവും കൂടി ഏൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വാനര, മർക്കട, വൃദ്ധനായ കൊരങ്ങെ നീ മാറിപ്പോക്കോ. ഇല്ലെങ്കിൽ എൻ്റെ കാലിലെ പെരുവിരൽ മതി നിന്നെ തോണ്ടി എറിയാൻ. നീ കുറെ കിലോമീറ്റർ അപ്പുറത്ത് പോയി കിടന്ന് നീ ചത്തുപോകുന്നതാണ്. ഭീമസേനന്റെ ദേഷ്യത്തോടെയുള്ള വാക്ക് കേട്ടപ്പം തൻ്റെ തലയൊന്ന് മെല്ലെ ഉയർത്തിയിട്ട് അവനെ ഒന്ന് ആഞ്ജനേയ സ്വാമി അടിതൊട്ട് മുടിവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആകാരം കണ്ടിട്ട് നീ വീരൻ തന്നെ എന്നാണ് ചിന്തിക്കേണ്ടത്. നിന്റെ സധൈര്യവും ഗാത്രശക്തിയും എപ്രകാരമുള്ളതാണെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. ആകട്ടെ, നിന്റെ പേരെന്താണ്, അതൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. സംസാരിച്ച് സമയം പാഴാക്കുന്ന കുരങ്ങന്റെ അധിക പ്രസംഗത്തിൽ ഇഷ്ടക്കേട് തോന്നിയ ഭീമസേനൻ ദേഷ്യത്തോടുകൂടി ഉത്തരം പറഞ്ഞു, അവശരെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുന്നത് വീരോചിതമല്ലാത്തത് കൊണ്ട് വഴിയിൽ നിന്ന് മാറുന്നുവെങ്കിൽ മാറട്ടെ എന്ന് കരുതി നാം നിന്നോട് നമ്മുടെ നാമം പറയാം കൊരങ്ങേ. മാരുതപുത്രനായിരിക്കുന്ന വീര ഭീമസേനനാണ് ഞാൻ. എന്താ പറഞ്ഞത്? മാരുതപുത്രനായിരിക്കുന്ന വീര ഭീമസേനനാണ് നാം. ശ്രീരാമദൂതനായി ലങ്കാപുരിയിൽ ചെന്ന് രാവണന്റെ ഗർവം ശമിപ്പിച്ച വീരസാഹസികനായ ഹനുമാൻ എന്ന് നീ കേട്ടിട്ടുണ്ടോ? ആ മഹാവീരൻ ഈ ഭീമസേനന്റെ അഗ്രജനാണ്. മതിയോ? അതോ ഇനിയും ബാക്കി വിവരം കൂടി നിനക്ക് കേൾക്കണോ? ഓഹോ, നീയാണോ ഭീമസേനൻ? കൊള്ളാം. നിന്റെ നാമം പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും വെച്ച് നാം കേട്ടിട്ടുണ്ട്. മനുഷ്യനെയും ചുമന്നു നടന്ന് അപകീർത്തി നേടിയ രാമദാസനായ ആ ഹനുമാനാണോ നിന്റെ മൂത്ത സഹോദരൻ? ഉടനെ ഭീമസേനന് ഭയങ്കര ദേഷ്യം വന്ന്, എൻ്റെ സഹോദരനായിരിക്കുന്ന ഹനുമാനെ കുറിച്ച് അപമര്യാദയായി സംസാരിക്കുന്ന വൃദ്ധ കൊരങ്ങെ, നീ ഒരു ധിക്കാരി തന്നെ എന്ന് മനസ്സിൽ കരുതി ഭീമസേനൻ. എങ്കിലും ഭീമസേനൻ ഇങ്ങനെ ക്ഷമയോടെ നോക്കിയിട്ട് പറഞ്ഞു, മർക്കടമേ, വയോധികനും അവശനും വിവരദോഷിയുമായതുകൊണ്ട് നിന്റെ അഹങ്കാരം നാം ക്ഷമിക്കുന്നു. നമ്മുടെ സഹോദരനെ കുറിച്ച് അപമര്യാദയായി സംസാരിച്ച് നിന്റെ നാക്ക് ഞാൻ ചവിട്ടിപ്പിഴുതെടുക്കേണ്ടതാണ്. മര്യാദയ്ക്ക് വഴിമാറിപ്പോക്കോ, അല്ലാത്ത പക്ഷം നീ ഒരു മർക്കടനാണെന്ന് പോലും ഞാൻ നോക്കില്ല. അപ്പൊ ഹനുമാൻ പറഞ്ഞു, അക്ഷോഭിക്കാതെ ഭീമസേന, എന്താ ഇത്? മഹാവീരനായ നീ അവശനായി ഉള്ളവന്റെ പുച്ഛം വഴിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് യാത്ര ചെയ്തു കൊള്ളൂ. നീ ക്ഷോഭിക്കാതെ, നീ എന്നെ എടുത്തു മാറ്റിയിട്ട് യാത്ര ചെയ്തു പോ. ഭീമസേനൻ നാശമായല്ലോ ഇത് എന്നാണ് മനസ്സിൽ ചിന്തിച്ചത്. എന്നിട്ട് മനസ്സിൽ ശപിച്ചുകൊണ്ട് തൻ്റെ ഇടത് കൈകൊണ്ട് വാനരന്റെ വാൽ അങ്ങോട്ട് പൊക്കാൻ നോക്കി. ആശ്ചര്യപ്പെട്ടു. വൃദ്ധനായ വാനരന്റെ വാല് ഒരെള്ളിട പോലും പൊക്കാൻ ഭീമസേനന് സാധിക്കുന്നില്ല. വാലിന്റെ മുകളിലുള്ള രോമം പോലും അനങ്ങുന്നില്ല. പാറ പോലെ ദൃഢമായിരിക്കുന്ന വാലിൽ രണ്ട് കൈകൾ കൊണ്ട് ഭീമസേനൻ എന്ത് ചെയ്തു? പിടിച്ചു വലിച്ചു. കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അനങ്ങുന്നില്ല. പക്ഷെ വാനരന്റെ പുച്ഛം അതിനും മാറ്റമില്ല. അത്ഭുതം തന്നെ. തൻ്റെ ശക്തി മുഴുവൻ എടുത്ത് ഭീമസേനൻ വാനരന്റെ വാലിൽ ശക്തിയായി വലിച്ചു. മാംസപേശികളങ്ങ് വലിഞ്ഞു മുറുകി ഭീമസേനന്. ശരീരമാകെ മൊത്തം വേർത്തു കുളിച്ചു. ശ്വാസം പിടിച്ചു വലിച്ചുകൊണ്ട് വൃഗോദരൻ അങ്ങ് കിതക്കാൻ തുടങ്ങി. പക്ഷെ വാനരന്റെ വാലിലെ രോമത്തിൽ പോലും അനക്കാൻ പറ്റിയില്ല. അപ്പോൾ
ഭീമസേനൻ ചിന്തിച്ചു, നാണക്കേടായി തീർന്നല്ലോ ഇത്. ഹോ, എന്താ ഇപ്പം ചെയ്യാം? വാനരൻ്റെ വാലിൻ്റെ അടിയിൽ തിരികെ പല വട്ടം കൈ വാലിൻ്റെ അടിയിലൂടെ ഇട്ട് തിരികിട്ടൊന്ന് ഇളക്കി നോക്കി. അനങ്ങുന്നില്ല. ഗദയൂരി വലിച്ച് എടുത്ത് ഭീമസേനന് കുത്തി നോക്കി ഗദ കൊണ്ട്. അനങ്ങുന്നില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും നാണം കെട്ട് ഭീമസേനൻ. എന്നിട്ട് ചോദിച്ചു, ഹേ വാനര, വാസ്തവത്തിൽ നീ ആരാണ്? അടിയനൊരു ചെറിയ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ട്, ഉറപ്പിച്ചിട്ടില്ല അടിയൻ. പക്ഷെ നീ ആരാ? നിസ്സാരനായൊരു വാനരനല്ല, അതെനിക്ക് മനസ്സിലായി. അശക്തനെന്നും വൃദ്ധനൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ അസത്യങ്ങൾ പറഞ്ഞതാ, നിന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ. നീ പറ, സത്യത്തിൽ നീ ആരാണ്? യക്ഷനോ ഗന്ധർവനോ ദേവനോ? ആരാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഭീമസേനൻ്റെ ചോദ്യം കേട്ടിട്ട് ഹനുമാൻ സ്വാമി അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭീമസേന, ഇത്രയും സമയമായിട്ടും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചില്ലേ? ഞാൻ മറ്റാരുമല്ല, മാരുതപുത്രനായ ഹനുമാനാണ്. വാനരൻ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ ഭീമസേനൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭീമസേനൻ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഭീമസേനൻ പറഞ്ഞു, എന്ത്? അങ്ങ് വായുപുത്രനായ ഹനുമാനാണെന്നോ? ഈ ഉള്ളവന്റെ അഗ്രജനാണെന്നോ? അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, സംശയിക്കേണ്ട ഭീമസേന, ഞാൻ നിന്റെ അഗ്രജനായ ഹനുമാൻ തന്നെ. നിന്നെ സന്ദർശിക്കുവാനും നിനക്ക് മാർഗനിർദ്ദേശം നൽകുവാനും നിന്നെ സഹായിക്കുവാനും വേണ്ടിയാണ് ഈ മാർഗത്തിൽ ഞാൻ ഒരു വൃദ്ധവാനരനെ പോലെ കിടന്നത്. ഭീമസേനൻ ഉടനെ പറഞ്ഞു, കാറ്റിൽ കൂടി പറന്നു വന്ന് തൻ്റെ അംഗത്തിൽ പതിച്ച കല്യാണ സൗഗന്ധിക പുഷ്പം ദർശിച്ച ദ്രൗപദി ദേവി ആ പുഷ്പങ്ങളിൽ ചിലതൊക്കെ വേണമെന്നൊരാഗ്രഹം അടിയനോട് പറഞ്ഞു. ആ പൂക്കളും തേടി പുറപ്പെട്ട എനിക്ക് അങ്ങയെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു, ഭീമസേന, ഈ വഴിയിൽ കൂടി ഇനിയുള്ള യാത്ര ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. ഈ വഴിയിൽ കൂടെയാണ് ദേവന്മാരും യക്ഷന്മാരും ദേവലോകത്തേക്ക് പോകുന്നത്. മനുഷ്യരും മറ്റുള്ളവരും ഇനി അങ്ങോട്ട് പ്രവേശിച്ചുകൂടാ എന്നുള്ള കാര്യം സത്യമാണ്. അത് വകവയ്ക്കാതെ യാത്ര ചെയ്താൽ തിരിച്ചു വരുന്ന കാര്യം അസാധ്യമാണ്. അതാ നോക്കൂ, ആ കാണുന്നത് കല്യാണ സൗഗന്ധിക പുഷ്പങ്ങളാണ്. ആവശ്യം പോലെ നീ പറിച്ചെടുത്തോളൂ. നിനക്ക് ആപത്തൊന്നും വരാതെ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്രജന്റെ സഹോദരന്റെ വാക്കുകളെല്ലാം കേട്ട് സന്തോഷത്തോടെ ഭീമസേനൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആഗ്രഹം ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു. അഗ്രജ, ഈ സഹോദരനോട് എളിയ അപേക്ഷയുണ്ട്. അവിടുന്ന് ലങ്കാപുരിയിലുള്ള അശോകവനത്തിൽ ചെന്ന അവസരത്തിൽ കൃഷഗാത്രനായ നീ എപ്രകാരമാണ് മഹാവാരിധിയെ ചാടിക്കടന്നതെന്ന് സീതാദേവി ആശ്ചര്യത്തോടെ ചോദിച്ചപ്പോൾ അവിടുന്ന് വിശ്വരൂപ ദർശനമെടുത്ത് ദേവിയെ തൃപ്തിയാക്കിയല്ലോ. അപ്രകാരമുള്ള അവിടുത്തെ ദിവ്യരൂപം ദർശിച്ച് മാനസ സംതൃപ്തി നേടുവാൻ ഈ ഉള്ളവന് ആഗ്രഹമുണ്ട്. ദയവ് ചെയ്ത് ഈ സൗഭാഗ്യം ഈ സഹോദരനു കൂടി നൽകി അനുഗ്രഹിക്കൂ. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, സഹോദര, നിന്റെ ആഗ്രഹം അപ്രകാരമെങ്കിൽ ഇതാ ദർശിച്ചുകൊള്ളൂ. ജയ് സീതാറാം. ശ്രീരാമനാമ മന്ത്രങ്ങൾ ഭക്തി പുരസരം മനസ്സിൽ ധ്യാനിച്ച് വിജംവൃതനായിരിക്കുന്ന മാരുതപുത്രൻ ഭീമസേനന് വിശ്വരൂപം ദർശനം നൽകി അനുഗ്രഹിച്ചു. ഹനുമത് ദർശനം പൂർണ്ണമായും ലഭിച്ച ഭീമസേനൻ ആനന്ദ നിർവൃതിയോടുകൂടി കൈകൾ കൂപ്പി നിന്ന് ആഞ്ജനേയ സ്വാമിക്ക് തിരുനാമങ്ങൾ ജപിച്ച് രോമാഞ്ച കഞ്ചുകനായി. വീണ്ടും കൃഷഗാത്രനായ ഹനുമാൻ സ്വാമി തൻ്റെ പ്രിയ സഹോദരനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭീമസേന, താമസിക്കേണ്ട, പുഷ്പങ്ങളെല്ലാം പറിച്ചുകൊണ്ട് പെട്ടെന്ന് ദ്രൗപദി ദേവിക്ക് നൽകി അവളെ സന്തോഷിപ്പിക്കൂ. ദുര്യോധനാദികളുമായി കുരുക്ഷേത്രത്തിൽ വെച്ച് യുദ്ധം നടക്കുമ്പോൾ നിങ്ങളുടെ പക്ഷക്കാരനായി ഭവിച്ച് കൗരവ പക്ഷത്തെ പരാജയപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുവാൻ നാമും ഉണ്ടായിരിക്കുന്നതാണ്. നിനക്ക് സർവമംഗളങ്ങളും നേരുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭീമസേനനെ ഗാഢമായി കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് ആപത്തുകളൊന്നും സംഭവിക്കാതെ കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ എടുക്കുന്നതിന് ഭീമസേനനെ ആഞ്ജനേയ സ്വാമി സഹായിച്ചു. അങ്ങനെ ആഞ്ജനേയ സ്വാമിയുടെ വിശ്വരൂപ ദർശനം നമ്മുടെ ആർക്ക് ലഭിച്ചു? ഭീമസേനന് ലഭിച്ചു. അതാണ് കല്യാണ സൗഗന്ധിക കഥ.
നാളെ സ്പെഷ്യൽ കഥയാണ്. എന്താണെന്നറിയാമോ? ശ്രീകൃഷ്ണ അവതാരവും ശ്രീരാമ ദർശനവും. സൂപ്പർ കഥയാണ് നാളെ. ഹനുമാൻ സ്വാമി കാണുന്ന ശ്രീകൃഷ്ണ ദർശനവും. ഭഗവാൻ ശ്രീരാമസ്വാമി വാക്ക് കൊടുത്തിട്ടുണ്ട്, ദ്വാപര യുഗത്തിൽ ഞാൻ അങ്ങേക്ക് ദർശനം നൽകുമെന്ന്. ആ ദിവസമാണ് നാളെ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? മഹാഭാരതം ബുക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് മഞ്ജരീസിൽ വാട്സപ്പ് ചെയ്യണേ. ഹനുമച്ചരിതം കഴിഞ്ഞാൽ എന്താ എടുത്തരാന്നറിയാമോ? എന്തായിരിക്കും? ഹനുമച്ചരിതം കഴിഞ്ഞാൽ എന്താ എടുക്കുക? എന്താ എടുക്കുക? എന്താ വിഷ്ണു എടുക്കുക? അതെങ്ങനെയാ കാണിച്ച്? എങ്ങനെ? ഹനുമച്ചരിതം കഴിഞ്ഞാൽ നാഗപുരാണം എടുത്തത്. വാസുകി, കാളിയൻ, തക്ഷകൻ ഒക്കെ അറിയണ്ടേ? ഡീപ്പായിട്ട് അറിയണ്ടേ? നാഗപുരാണം. അയ്യപ്പസ്വാമിയുടെ പറഞ്ഞത്. हरे कृष्णा, सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപ്രേഷൻ की जय. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ശുഭരാത്രി. ഹരേ കൃഷ്ണ.